نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون സമാദരണീയരായ പണ്ഡിതന്മാരെ, സദസ്സിൽ ഉപവിഷ്ടരായ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെയും ഇതര പ്രസ്ഥാനങ്ങളിലെയും നല്ലവരായ പ്രവർത്തകരെ, മാന്യ സഹോദരി സഹോദരങ്ങൾ, ഈ പ്രദേശത്തെ ഇസ്ലാഹി പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ള ഒരു കുടുംബ സംഗമത്തിലാണ് ഈ സായം സന്ധ്യയിൽ നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒത്തുചേരൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും നമ്മുടെ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രകൃതി മതം കൂടിയായ ദൈവിക മതമായ ഇസ്ലാം കുടുംബ സംവിധാനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് വന്ന പ്രവാചക പുങ്കവന്മാരിൽ ഒട്ടുമിക്ക പ്രവാചകന്മാരും ഭാര്യ കുടുംബങ്ങളോടൊന്നിച്ചാണ് ജീവിച്ചത്. ആ കുടുംബ ജീവിതം ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹത്തിന് ഒരു മാതൃകയാകാൻ വേണ്ടിയാണ് പ്രവാചക പുങ്കവന്മാർ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിയുക്തരായ മഹൽ വ്യക്തിത്വങ്ങളായിട്ട് പോലും കുടുംബജീവിതം നയിക്കുന്നവരായി ഖുർആൻ പരിചയപ്പെടുത്തി.
ലോകം ഒരുപാട് പുരോഗമിച്ചെങ്കിലും കുടുംബ സംവിധാനത്തിന് വലിയ തകർച്ച ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാഹി പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രഭാഷണ കേസറ്റാണ് നമ്മൾ ഈ വേദിയിലേക്ക് കയറി വന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ വിശ്വാസപരമായ, ആചാരപരമായ, അനുഷ്ഠാനപരമായ മുഴുവൻ സംഗതികളും പ്രതിപാദിക്കുന്നതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യപൂർവം കുടുംബരംഗത്ത് വിശ്വാസികൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച്, ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച്, അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ പ്രസ്ഥാനം അതിൻ്റെ ആദ്യ ഘട്ടം മുതലേ ആളുകളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത രൂപത്തിൽ സമൂഹത്തിൻ്റെ കൂലം കുത്തി ഒഴുക്കില് സംസ്കാരങ്ങൾ മാറി മറിഞ്ഞു വരുമ്പോൾ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ പലപ്പോഴും ആളുകൾ നിസ്സാരവൽക്കരിക്കുകയും സമൂഹം ഒഴുക്കിനനുസരിച്ച് തിന്മയുടെ ആ കൂലം കുത്തി ഒഴുക്കില് അറിയാതെ അകപ്പെടുകയും ചെയ്യുന്നു എന്നത് ഒരു സത്യമാണ്. കുട്ടികളൊക്കെ പണ്ടത്തെ മാതിരിയല്ല. കാലം മാറി, ലോകം മാറി, നമ്മളും മാറി. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഒന്നും നമ്മൾ വിചാരിച്ച രൂപത്തിൽ നമ്മുടെ വരുതിയിൽ വരാത്ത ഒരു അവസ്ഥ വരുമ്പോൾ എന്തേ മക്കൾ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഞാനായാലും നിങ്ങളായാലും കൈ മലർത്തേണ്ടി വരിക. അവസാനം തടി ഊരാൻ പറ്റിയ ഒരു മറുപടി നമ്മളെടുത്തുണ്ട്. എന്താപ്പ കാട്ടുക, ഇപ്പത്തെ കാലത്ത് മക്കൾ അങ്ങനെ തന്നെയാണ്. ഒരു പെർഫെക്റ്റായ മറുപടിയായി നമ്മളെല്ലാവരും കണക്കാക്കണം. ഇപ്പം അതാണ് ഇപ്പത്തെ കാലത്ത് മക്കൾ അങ്ങനെ. എന്നാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല, ആ പോക്ക് അങ്ങനെ പോട്ടെ എന്ന ഒരു രൂപത്തിൽ ഒരു കവി ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. നഈബു സമാനനാ വൽഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. എന്തിനും ഏതിനും നഈബു സമാനന, നമ്മൾ കുറ്റം പറയുന്നത് കാലത്തെ. ഇതെന്താ ഇങ്ങനെ, അതിപ്പം അങ്ങനെയാണ്, ഈ കാലത്ത് അങ്ങനെയാണ്. മക്കളെന്താ അങ്ങനെ, മക്കൾ ഇക്കാലത്ത് അത്രേ നന്നാവുള്ളൂ, കാലത്തിനാണ് കുഴപ്പം. സത്യത്തില് ഈ കാലത്തിനൊരു കുഴപ്പമില്ല. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവര് നമ്മളാണ് എന്നതുകൊണ്ടാണ് കാലത്തിന്റെ കുഴപ്പം. നമ്മളല്ല കുറച്ചും കൂടെ നല്ല മനുഷ്യന്മാരാണ് ഈ കാലത്ത് ജീവിക്കുന്നത് എങ്കിൽ ഈ മനുഷ്യന്മാരോ സമൂഹമോ അങ്ങനെ ആവൂല. അപ്പൊ വെറുതെയാണ് നമ്മൾ കാലത്തെ കുറ്റം പറയുന്നത്. കാലത്തെ പഴിച്ചിട്ട് കാര്യമില്ല, മറിച്ച് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറ്റേണ്ടത്. കുടുംബ ശൈഥില്യം വലിയ ഒരു ഭീഷണിയാണ് എന്നതിന് അമേരിക്കന്റെ ഫോമർ പ്രസിഡന്റ്, ഇപ്പത്തെ പ്രസിഡന്റ് അല്ല, ഇപ്പത്തെ പ്രസിഡന്റ് ഒരു വല്ലാത്ത പ്രസിഡന്റാണ്, അമേരിക്കക്കാർക്ക് തന്നെ പറ്റാത്ത ഒരു സൈസ് സാധനം. പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ എടുത്ത തുണിന്റെ പിൻഭാഗം കീറിപ്പോയാന്ന് തോന്നുന്നു. ട്രംപ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇപ്പോൾ ഇവിടെ പറ്റിയും തോന്നിപ്പോണ ഒരു സൈസ് ബേജാറുള്ള പേരും കാട്ടിക്കൂട്ടലും ഒക്കെ. ഒരു ഭയങ്കര മനോരോഗിയാണ് അയാള് എന്ന രൂപത്തിലാണ് 10-15 വിദഗ്ധരായ ആളുകൾ വിലയിരുത്തിയിട്ടുള്ളത്. എന്തോ ആട്ടെ, ഇനിയിപ്പോൾ മനോരോഗിയാണെന്ന് അറിഞ്ഞിട്ടും നമുക്ക് ചികിത്സിക്കാൻ പറ്റൂല, അമേരിക്കക്കാരനെ നോക്കണ്ടേ, അതവിടെ നിൽക്കട്ടെ. ഫോമർ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ബിൽ ക്ലിന്റൺ. അദ്ദേഹം അധികാരമേറ്റപ്പോൾ
രാജ്യത്തോട് അമേരിക്കയുടെ പ്രഥമ പൗരൻ എന്നുള്ള നിലക്ക് നടത്തിയ ആദ്യത്തെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, അമേരിക്കയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ ഭയപ്പെടുന്നത് ആണവായുധ പ്രശ്നങ്ങളല്ല. ഒരു ആണവായുധ യുദ്ധത്തെ അതിജീവിക്കുവാനുള്ള കരുത്ത് ഇന്ന് അമേരിക്കക്കുണ്ട്. വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയപ്പെടുന്നില്ല. മറിച്ച് അമേരിക്കയുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത് കുടുംബ ശൈഥില്യമാണ്. അമേരിക്കയിലെ അക്കാലത്ത് ഏറ്റവും കൂടുതൽ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥത്തിന്റെ പേര് ഫാദർലെസ് അമേരിക്ക എന്നാണ്. നമുക്ക് നമ്മളെ നാട്ടിൽ മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഫാദർലെസ് അമേരിക്ക പരിഭാഷപ്പെടുത്തിയാൽ തന്തയില്ലാത്ത അമേരിക്ക എന്നാ പറയാം. അതെന്താ അങ്ങനെ പറയേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, 10ലും 12ലും ഒക്കെ പഠിക്കണ മക്കള് അറിയാണ്ട് അച്ഛന്മാരും അമ്മമാരും ആകുകയാണ്. അവിടുത്തെ ഒരു കുത്തഴിഞ്ഞ ജീവിത ശൈലി മൂലം, സംസ്കാരം മൂലം 12ലൊക്കെ പഠിക്കുന്ന 10ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും അറിയാതെ അച്ഛന്മാരോ അമ്മമാരോ ആയി മാറുന്നു. അങ്ങനെ അച്ഛനമ്മമാരെ അറിയപ്പെടാത്ത കുട്ടികൾ ധാരാളമുള്ള ഒരു നാടായി അമേരിക്ക മാറുന്നു. അതിൻ്റെ വേവലാതി കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒരു പുസ്തകമായിരുന്നു ഫാദർലെസ് അമേരിക്ക. കുടുംബ ശൈഥില്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. പക്ഷെ അന്നൊക്കെ നമ്മൾ വിചാരിച്ചത് അത് അമേരിക്കയിലല്ലേ, ഇങ്ങോട്ടൊക്കൊന്നും ഒത്തൂലാന്നാ. പക്ഷെ ഇന്ന് നമ്മളെ നാട്ടിലൊത്തി. കുടുംബ സംവിധാനം പാടെ തകർന്നു. പ്രായം ചെന്ന അച്ഛനമ്മമാരെ കല്ലുവെട്ടുകുഴിയിൽ നിന്ന് കണ്ടെടുക്കുന്ന കാലം എത്തി. അതിന് സാക്ഷികളാണ് നമ്മൾ. മലപ്പുറം ജില്ലയിലാണ് സംഭവിച്ചത്. തൊട്ടടുത്ത ജില്ല തൃശ്ശൂർ ജില്ലയിൽ ഒരു പാവം മുത്തശ്ശിയെ ക്ഷേത്രനടയിൽ, ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടയിരുത്തിയിട്ട് മോനും മരുമകളും മുങ്ങി. സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു വയോവൃദ്ധയെ എന്തു ചെയ്തു? അവര് ക്ഷേത്രനടയിൽ കൊണ്ടുപോയിട്ട് നടയിരുത്തി. അവസാനം സംസാരശേഷിയില്ലാതെ ആകെക്കൂടെ 3-4 ദിവസം ഈ സ്ത്രീ എവിടുന്നു വന്നു, ആരുടെ കൊണ്ടിട്ടു എന്നറിയാതെ സ്വിപ്പായി. 4ാമത്തെ ദിവസമാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു ഉൾപ്രദേശത്തെ മകനും മരുമകളുമാണ് ക്ഷേത്രനടയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചത് എന്ന് അറിയാൻ സാധിച്ചത്. ക്ഷേത്രനടയിൽ കൊണ്ടുപോയി എന്തിനെ തള്ളി? നമുക്ക് ആദ്യം തോന്നുക വല്യമ്മ പൂതിയോടോടാണ്ട് വിഭാഗത്ത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് അവിടെ കൊണ്ടേ വെച്ചതാവുന്നല്ല. എവിടെയെങ്കിലും ഒരിടത്ത് കൊണ്ടേ തള്ളണല്ലോ, എന്നാ നല്ല സ്ഥലത്തേക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത പണിയാണത്. നമ്മുടെ ഒരു മലയാള പത്രത്തില് ഒരു എഡിറ്റോറിയൽ വന്നു, കേരളം അഭിമുഖീകരിക്കുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച്. അത് വയസ്സ് ചെന്ന ഒരു മാതാവ്, പ്രൊഫസർ ശ്യാമളകുമാരി അമ്മ, ഒരു റിട്ടയേർഡ് പ്രൊഫസറാണ്. ഒരേ ഒരു മോളേ ഉള്ളൂ ഈ അമ്മനെ നോക്കാൻ. പക്ഷേ മകൾക്ക് ഒരു കാമുകനുമായി ബന്ധമുണ്ട്. എത്രയും പെട്ടെന്ന് അമ്മ കാലിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏക മകളാണ് മകള്. അതുകൊണ്ട് തന്നെ മകൾക്ക് വേണ്ടത്ര മരുന്നോ ഭക്ഷണമോ നൽകാതെ കൊല്ലാകൊല നടത്തി വീട്ടിൻ്റെ ഉള്ളിൽ ഒരുതരം തടങ്കലിൽ പാർപ്പിക്കുന്ന ദുരവസ്ഥ. അയൽവാസികൾക്ക് പോലും വീട്ടിലേക്ക് കയറാൻ അനുവാദം കൊടുക്കാതെ ഈ രൂപത്തിൽ അമ്മയോട് പെരുമാറുന്ന ഒരവസ്ഥ അവസാനം പുറം ലോകം അറിഞ്ഞ് പോലീസ് ഇടപെട്ട് അവരെ ആശുപത്രിയിലെത്തിക്കുന്നു. ഇപ്പുറത്ത് അതേ എഡിറ്റോറിയലിൽ വേറൊരു വാർത്ത വന്നത് കളമശ്ശേരിയിലെ ഒരു ദേവകി അമ്മയുടെ കഥയാണ്. 67 വയസ്സ് പ്രായമുള്ള അർബുദ രോഗം ബാധിച്ച് ശരീരമാസകലം വിണമായി കഴിഞ്ഞുകൂടുന്ന ആ അമ്മയെ മകൻ്റെ
കുടിയിരിക്കലിനോടനുബന്ധിച്ച് എന്താണ് അവർ ചെയ്തതെന്നറിയോ? ആളുകളൊക്കെ വരുമ്പോൾ ഈ അമ്മ ഇങ്ങനെ ശരീരമാകെ പഴുത്തൊലിച്ച് വ്രണമായി കിടക്കുന്നത് മോശല്ലേ? അപ്പോൾ അമ്മയെ അവര് വീടിൻ്റെ പിന്നിലുള്ള വിറകുപരയോട് ചാരിയുള്ള ഒരു പൊളിത്തീൻ ഷെഡിലേക്ക് മാറ്റി. ഒരു മൃഗം അതിൻ്റെ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ അതിൻ്റെ തള്ളയോട് കാണിക്കാത്ത ക്രൂരത മനുഷ്യനെന്ന ഇരുകാലി മൃഗം മനുഷ്യനോട് കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മലയാള പത്രത്തിൽ ബീജിങ്ങിലെ കോടതി ആരംഭിച്ച ഒരു പ്രത്യേക കേസിനെ കുറിച്ച് വാർത്ത വന്നിരുന്നു. അല്പം പുതുമുള്ള കേസായിരുന്നു. എന്തായിരുന്നു കേസ് പറയൂ? പ്രായം ചെന്ന അച്ഛനമ്മമാരെ കൊന്ന് പീസാക്കി സ്ലൈസാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച എന്നിട്ട് പൊരിച്ചു തിന്ന മക്കളുടെ ഒരു കേസാണ് ചൈനയിലെ ബീജിംഗ് കോടതി ആരംഭിച്ചത്. കേസ് ചൈനയിലായതുകൊണ്ട് നമുക്ക് തോന്നും എന്തിനിപ്പോൾ ചൈനക്കാരിങ്ങനെയൊക്കെ ചെയ്തത്. ചൈനയിലാണെങ്കിൽ പാമ്പിനെ തിന്ന, തേളിനെ തിന്ന, ചേരനെ തിന്ന. നമ്മൾ സാധാരണ പറയാറുള്ള ഇങ്ങോട്ട് കടിച്ചാത്തതൊക്കെ അങ്ങോട്ട് കടിച്ചു എന്നാ. അങ്ങനെയല്ല. ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് കടിച്ചുന്നതും കടിച്ചു അങ്ങോട്ട്. ആ രൂപത്തിലുള്ള എന്ത് ജീവികളെയും തിന്നാൻ പറ്റിയ ചൈനക്കാർ പിന്നെ എന്തിനെ അച്ഛനെയും അമ്മനെയും വെട്ടി നുറുക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് കായം പറ്റി പൊരിച്ചുന്നത്? ഈ ചോദ്യം പോലീസുകാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടാലും മാന്തും, പോലീസ് മാന്തും. അപ്പോൾ ഈ അച്ഛനും അമ്മയും ഞങ്ങൾക്കൊരു ബാധ്യതയാണ്. അവരെ കൊല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചു. കൊന്നപ്പോൾ പിന്നെ എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും മാന്തും എന്നുള്ള സ്ഥിതിവിശേഷം വന്നപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. എന്ത് ചെയ്യാ? എന്നാൽ പിന്നെ ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യത്തിന് അങ്ങനെ ഓരോ ഭാഗം എടുത്തിട്ട് പൊരിച്ച് അങ്ങനെ തിന്നാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങളെ ചെയ്തത്. അറബിയിലൊരു പഴമൊഴിയുണ്ട്, അൽ കൽബു ലാ യഅ്കുലുൽ കൽബാൻ. നായ നായനെ തിന്നൂലാണ്. പക്ഷേ അത് മനുഷ്യനെ പറ്റി പറയാൻ പറ്റൂല. അൽ ഇൻസാനു ലാ യഅ്കുൽ ഇൻസാനാന്ന് പറയാൻ പറ്റൂല. മനുഷ്യനെ തിന്നൂല എന്ന് പറയാൻ പറ്റൂല. കായം പറ്റി പൊരിച്ചു എന്നേ പറയാൻ പറ്റൂല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ ഞാൻ പറയേണ്ടത്? ലോകം എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്ന കുടുംബ സംവിധാനത്തിൻ്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് പഠിച്ചു. അങ്ങനെ ആ ഇണകളിലൂടെ കുട്ടികളെയും പേരക്കുട്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതൊരു ദിവ്യ അനുഗ്രഹമായി കണക്കാക്കുകയും ആ ബന്ധത്തിന് പവിത്രത കൽപ്പിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യത. വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹലിലെ 70-ാമത്തെ സൂക്തമാണ് ഞാൻ നിങ്ങളെ 72-ാമത്തെ സൂക്തമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون والله جعل لكم من أنفسكم أزواجا. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ച, വാനഭുവനങ്ങളെ സൃഷ്ടിച്ച, സസ്യലതാദികളെ സൃഷ്ടിച്ച, ജീവജാലങ്ങളെ പടച്ച, സൗരയൂഥങ്ങളെ പടച്ച ആ പടച്ച തമ്പുരാൻ തൻ്റെ ദിവ്യാനുഗ്രഹങ്ങളെ പ്രതിപാദിക്കുന്നിടത്താണ് മനുഷ്യനെ ഇണകളായി സൃഷ്ടിച്ച സംഗതി എടുത്തു പറഞ്ഞത്. എല്ലാ നിക്കാഹിൻ്റെ കുത്തുബിയിലും നമ്മൾ കേൾക്കാറുണ്ട്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ജനതയ്ക്ക് ഒരു ഉത്ബോധനം എന്നോണം സർവശക്തനായ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു. ശുദ്ധ ഖുർആനിലെ ആ പ്രയോഗം തന്നെ കുടുംബ സംവിധാനത്തിന്റെ തുടക്കം ഇണകളിലൂടെ. ഭാര്യ ഭർത്താവ് എന്ന പദപ്രയോഗത്തിന് പകരം ഇണയും തുണയും
ശ്രദ്ധേയമായ പ്രയോഗമാണത്. ആ ഇണയും തുണയും ജീവിതത്തിൽ പരസ്പരം സ്നേഹവും ആർദ്രതയും വാത്സല്യവും കാരുണ്യവും പങ്കുവെക്കുന്ന സ്നേഹവാത്സല്യങ്ങളുടെ കാരുണ്യത്തിൻ്റെയൊക്കെ ഒരു പാരസ്പര്യമായി മാറണമെന്നാണ് ഖുർആനിൻ്റെ അധ്യാപനം. അതിന് പറ്റിയ ഭാഗത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത്. അവിടുന്ന് തുടങ്ങണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കുമ്പോൾ ദമ്പതികൾക്കുള്ള നിർദ്ദേശം എന്നോണം പഠിപ്പിച്ച ഒരു സംഗതിയാണ് ഇയ്യാക്കും വ ഖദറ അദ്ദിമൻ. നിങ്ങൾ കുപ്പയിലെ പച്ചപ്പ് സൂക്ഷിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ച്. ഇക്കാലത്ത് ഏറെ പ്രസക്തമായ ഒരു സംഗതിയാണ്. എന്താണ്? നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ കുട്ടികളൊക്കെ മുമ്പ് ഉറ്റവരും മുടിയവരും ബാപ്പിയും എളാപ്പിയും അമ്മോമാരും മൂത്താപ്പാരും ഒക്കെ കൂടെ തിരഞ്ഞിട്ടാണ് കല്യാണം ഉണ്ടാക്കേണ്ടത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം വല വീശി പിടിക്കുന്ന ഒരു സംവിധാനം. വല മീൻസ് നെറ്റിലൂടെ സെർച്ച് ചെയ്യുകയാണ്. കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും മോളും കൊണ്ട് പൊട്ടിത്തെറിച്ചു. എനിക്ക് നിങ്ങളാരും കല്യാണം ഉണ്ടാക്കണ്ടാകല്ല. എനിക്ക് പിന്നെ ആരാ കല്യാണം ഉണ്ടാക്കാം? അത് മാത്രം ഓള് പറയില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഓള് സെർച്ച് ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു. ഓനും അങ്ങനെ തന്നെയാണ്. ആ ചാറ്റിങ്ങാണ് പലപ്പോഴും അവസാനം കല്യാണത്തിൽ കലാശിക്കുന്നത്. ആ ചാറ്റിങ്ങിൽ ചിലപ്പോൾ വമ്പൻ ചീറ്റിങ് നടക്കാറുണ്ട്. അത് ചാറ്റിങ് നടത്തുന്നവരത്ര തന്നെ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. എനിക്കറിയാവുന്നൊരു കേസുണ്ട്. അരൻ്റെ കീപ്പട്ടന്നെ ഇല്ലാത്ത ഒരാൾ നിരന്തരമായ ചാറ്റിങ്ങിലൂടെ അവസാനം ആ കല്യാണം നടന്നു. എന്തെങ്ങനെയൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ചാറ്റിങ്ങിലൊന്നും അരൻ്റെ കീപ്പട്ടില്ല എന്നുള്ള കാര്യം മുണ്ടിയിട്ടില്ല. മേപ്പട്ടിക്കുള്ള ഫോട്ടോയും പ്രൊഫൈലും ഒക്കെ വന്നിട്ടുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവം നടന്നത്. എന്തായിരുന്നാലും നല്ല ഹൃദയമുണ്ടല്ലോ, നമുക്ക് സമാധാനിക്കാം. ഓർക്കും വേണ്ട കല്യാണം എന്ന് വെച്ചാൽ അതൊരു മോശമായി ഞാൻ പറയണില്ല. പക്ഷേ ചാറ്റിംഗ് എന്ന് പറയുന്ന സംവിധാനത്തെ മാത്രം നമ്മൾ കണക്കാക്കുകയും അതിൻ്റെ ഇടയിലുള്ള ചീറ്റിങ് തീരെ മാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ശരിയല്ല. കല്യാണം എന്ന് പറയുന്നത് അവിടെ വിശ്വാസപരമായ ആദർശപരമായ ഐക്യത്തിനു കൂടി പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സംഗതിയായിട്ട് ഇസ്ലാം പഠിപ്പിച്ചു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ മോനെപ്പറ്റി കംപ്ലൈൻ്റ് അറിയും. അമീറുൽ മുഅ്മിനീൻ്റെ മോൻ തീരെ പറഞ്ഞാൽ കേൾക്കണില്ല, നിങ്ങൾ ഓനെ വിളിച്ചിട്ടൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ സൗകര്യം പോലെ ഏതായാലും ഒരു കാര്യം ചെയ്യിച്ച് കുട്ടീനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ പറഞ്ഞോക്കാം. ഒഴിപോലെ കുട്ടിനെ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ബാപ്പ കംപ്ലൈൻറ്റ് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇവൻ്റെ അവസ്ഥ എങ്ങനെയാണ്, തീരെ അനുസരണയില്ല, ആൾ മഹാമോശക്കാരനാണെന്നൊക്കെ കുട്ടിയുടെ ബാപ്പ ഉമർ റളിയല്ലാഹുവിനോട് കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി. ഇതൊക്കെ കേട്ട ശേഷം കുട്ടി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബീ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇയാളിപ്പോൾ ബാപ്പപ്പോൾ എന്നെപ്പറ്റി കുറേ കംപ്ലൈൻറ്റ് പറഞ്ഞല്ലോ, ഈ ബാപ്പാർക്ക് മക്കളോടൊരു ബാധ്യത ഇല്ലേന്ന് വെച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല ബല. കുട്ടി ചോദിച്ചു, ഫമാ ഹിയ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഇന്നലെ എന്തൊക്കെയാണ് ആ ബാപ്പാർക്ക് കുട്ടികളോടുള്ള ബാധ്യത എന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ തിരക്കടില്ല. അപ്പോൾ ഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐ എന്തൊക്കെയാ ഉമ്മ, ഒന്ന് ഉമ്മ എന്നാണ്. അപ്പോൾ കുട്ടിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ കല്യാണം കഴിക്കുമ്പോൾ കണ്ടാണ് വെറും മോഡലാകണം, തൊലിവെളുപ്പ് ഉണ്ടാകണം, കുറച്ച് സൗന്ദര്യം മാത്രം ഉണ്ടാകണം, വേറൊക്കെ ഇനി എന്തായാലും വേണ്ടില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള ഒരു രൂപത്തിൽ അങ്ങനെ പോരാ. ആദർശം ഉണ്ടോ നോക്കണം. നല്ല ചുറ്റുപാടിൽ വളർന്ന കുട്ടിയാണോ എന്ന് അറിയണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുപ്പയിലെ പച്ചപ്പ്.
കുപ്പയിൽ പല സാധനം മുളച്ചങ്ങനെ പൊന്തു. പുളിങ്ങാക്കുരു കൊണ്ടിട്ടാൽ ചിലപ്പോൾ പുളിങ്ങാക്കുരു അങ്ങനെ മുളച്ചു പൊന്തും. അവിടെ ചരങ്ങാക്കുരു മുളച്ചു പൊന്തിയിട്ടുണ്ടാവും. മത്തം വള്ളി ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടാവും. മാങ്ങൻ്റെ എറിഞ്ഞാൽ അതും ചിലപ്പോൾ മുളച്ചു വരും. ആ കുപ്പിക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മളാരും പറയാറില്ല കഴിച്ചിലായി, ഇനിയിപ്പോൾ എന്തായാലും പച്ചക്കറി മേടിച്ചേണ്ടി വരില്ല. ഒക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, ചരങ്ങുണ്ട്, വെള്ളരിക്കുണ്ട്, മത്തണ്ട്, ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്നാരും പറയില്ല. പുളി ഇനി ഏതായാലും പൈസ കൊടുത്ത് മേടിച്ചണ്ട, പുളിമരല്ലേ ഈ ഉണ്ടാകുന്നത് എന്നൊന്നും ആരും പറയാറില്ല. കാരണം എല്ലാവർക്കും അറിയാം അത് കുപ്പയിലാണ് ഉണ്ടാകുന്നത്. ആ ചുറ്റുപാട് മോശം. അതിൻ്റെ മേലെ ഇനിയും വേസ്റ്റ് വരാണ്ട്. ചിലപ്പോൾ മീൻ മുറിച്ച വേസ്റ്റും അതിൻ്റെ മേലെ തന്നെയാണ് കൊണ്ടേ കൊട്ടാളുള്ളത്. അതോടുകൂടി അതിൻ്റെ കഴിഞ്ഞ് ആ പച്ചപ്പിന് സ്ഥായിയായ ഒരു സ്വഭാവമില്ല. ഏത് സമയത്തോ ചീഞ്ഞു പോകാം. അത് കണ്ട് ഇനി ഇവിടുന്നാണ്ട് മാങ്ങൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്ന് പറഞ്ഞതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അത് ഉണ്ടാകാനുള്ളതല്ല. അതേമാതിരിയാണ് ഈ പ്രവാചകൻ പറഞ്ഞ കുപ്പയിലെ പച്ചപ്പ്. അൽ മർഅത്തുൽ ഹസനാ ഫിൽ മൻബത്തിസ്സു. നല്ല പെൺകുട്ടി, കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ആ കുട്ടി വളർന്ന സാഹചര്യം വളരെ മോശം. ഇതാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ്റാഉദ്ദിമൻ, കുപ്പയിലെ പച്ചപ്പ് എന്ന് പറഞ്ഞപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒന്നാമതായി പറഞ്ഞത് കല്യാണം കഴിക്കണ ആ കുട്ടി നന്നാകണം തന്നെയാണ്. കാരണം വളർന്നു വരുന്ന കുട്ടികളെ പോറ്റാനുള്ളത് പിന്നെ വളാണ്. ഈ ഭാര്യയായ, ഇപ്പോൾ കല്യാണം കഴിക്കുന്ന ഈ ഭാര്യയാണ് നാളത്തെ ഉമ്മ. അത് മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടം ആർക്ക് വേണം? കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകണം. ഈ രണ്ടാമത്തെ സംഗതിയായി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കുട്ടികൾക്ക് നല്ല പേരിടുക എന്നുള്ളത് ബാപ്പാരുടെ ബാധ്യത. അത് വല്യപ്പാനോടും വല്യമാനോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ ആ വല്യമ്മാൻ്റെ പേരെങ്ങനെ ഇടുക, അല്ലെങ്കിൽ വല്യപ്പാൻ്റെ പേരിടുക. എൻ്റെ അടുത്തൊരിക്കൽ ഒരു ആധാരം വായിച്ചാൽ കൊണ്ടെന്ന് ഇപ്പോഴും ഞാൻ ഓർക്കലുണ്ട്. ഔറുട്ടി മകൻ അവറാൻകുട്ടി മകൻ ഔറുട്ടി. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഔറുട്ടി വാപ്പാൻ്റെ പേര്, അവറാൻകുട്ടി വല്യപ്പാൻ്റെ പേര്, അവറാൻകുട്ടീൻ്റെ കുട്ടിക്ക് ഇട്ട പേരും ഇതന്നെ. അതങ്ങനെ ഒരു താവയ്യായിട്ട് ഇട്ട് വരികയാണ്. എന്ത് ഔറുട്ടി. എനിക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ ഔറുട്ടി നിടുക, ഔറുട്ടി കുട്ടി ഉണ്ടാകുമ്പോൾ അവറാൻകുട്ടി നിടുക, അവറാൻകുട്ടി കുട്ടി ഉണ്ടാകുമ്പോൾ ഔറുട്ടി നിടുക. വായിച്ചു നോക്കുമ്പോൾ ഔറുട്ടി മകൻ അവറാൻകുട്ടി മകൻ ഔറുട്ടി. അതങ്ങനെ നിണ്ടുക. ഏത് അവറാൻകുട്ടിയാണ്, എത്രാമത്തെ ഔറുട്ടിയാണെന്ന് ഒരു കുത്തും കിട്ടുന്നില്ല. വല്യപ്പാനോടുള്ള ഏക സ്നേഹം ഈ പേരിടന്മാർ മാത്രം. എന്നിട്ട് പിന്നെ കുട്ടികളെ അയിമലാണ്ട് ഇടങ്ങാറാണ്. അപ്പം പേരിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അതൊരു അർത്ഥമുള്ള പേരായിക്കോട്ടെ. ആണാ പെണ്ണാന്ന് തിരിയണം. ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിമാണോ എന്നെങ്കിലും തിരിയണ കുളത്തിൽ ഒരു പേരിടുക, അതൊരു സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നല്ല പേരിടുക. ശരി. മൂന്നാമതായി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വയുഅല്ലിമുൽ കിതാബ്, വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കണം. അത് ബാപ്പാര ബാധ്യത. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ കുട്ടി തിരിച്ചു പറയാൻ തുടങ്ങി. അമീറുൽ മുഅ്മിനീൻ ഇന്ന കേൾക്കണം, നമ്മളെ വാപ്പ കല്യാണം കഴിച്ചത് തന്നെ പോക്കാം. കല്യാണം കഴിച്ചത് ഒരു മജൂസിയായ ആളെയാണ് എൻ്റെ വാപ്പ കല്യാണം കഴിച്ചത്. പിന്നെ എനിക്ക് പേരിട്ട പേര് കേൾക്കണം നിങ്ങൾ, ജോലി എന്നാണ്. ജോലി എന്ന് പറഞ്ഞാൽ അത് ലേശം വഷളത്തരമുള്ള പേരാണ്. ഗ്യാസും കുറ്റിയായിട്ട് ഇങ്ങനെ അടക്കുന്ന ആൾക്കാർ അരാക്കിൻ്റെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പോകുമല്ലോ, ആ ഒച്ചപ്പാടിൻ്റെ പേരാണ് ജോലി. ബാപ്പട്ട പേര്, ദുനിയാവിൽ പേരില്ലാത്ത മാതിരി. പണ്ട് ചാതുർവർണ്യവും അതുപോലെ തന്നെ മനുഷ്യന്മാർക്കിടയിലുള്ള ഈ ഡിസ്ക്രിമിനേഷനൊക്കെ വല്ലാതെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നല്ല പേര് ഒരു കൂട്ടർക്ക് മാത്രമേ പറ്റുള്ളൂ. സുകുമാരൻ, പുഷ്പലത, വിശാലാക്ഷി എന്നൊക്കെ കുറച്ച് നല്ല ആൾക്കാർക്ക്. അല്ലാത്തവർക്ക് ശക്തി, ചേന്തൻ, ഘോരൻ, കീരൻ, മാത്തൻ. അവിടെ ആ മഞ്ഞപ്പറ്റ പോയി താമസാക്കിയപ്പോൾ നമ്മളവിടെ സഹായത്തിനൊന്നും സ്ത്രീനോട് പേര് വെച്ച് എത്ര ആയാലും പറയില്ല. അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ. അപ്പോൾ സാധുവിൻ്റെ പേര് അവസാനം പിന്നെയും ചോദിച്ചപ്പോൾ മെല്ലെ പറഞ്ഞെന്ന് പെറുങ്ങാന്ന്.
നമുക്കെപ്പോഴും ഒരു തമാശയാണ്. അവർക്കും തന്നെ അന്ന് ആ പേര് പറഞ്ഞത് മുതൽ ഇപ്പോഴും മുഖത്തൊക്കി ചിരിച്ചു. കാരണം ആ പേരിൽ മോശം. പക്ഷെ എന്താ സംഭവം എന്നറിയങ്ങൾ, നല്ല പേരിടാൻ മാറുമറക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അത് ഉന്നത കുലജാതരായ ചില സവർണർക്ക് മാത്രം അവകാശപ്പെട്ടിരിക്കുന്നു. നല്ല പേരൊക്കെ, നല്ല പേരിടാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. മലബാറിൽ മഹാനായ ടിപ്പു സുൽത്താൻ പടയോട്ടം നടത്തിയ കാലത്താണ് ഈ ഭാഗത്തൊക്കെ അത്തരം ആളുകൾക്ക് മാറുമറച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും വകവെച്ചു കൊടുത്തത്. അതങ്ങനെ ഒരു ചരിത്രം ഇരിക്കട്ടെ. ഞാൻ പറയുന്നത്, നല്ല പേരിടുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മക്കളോട് കാണിക്കേണ്ട ഒരു ബാധ്യതയായി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമതായി കുട്ടി പറഞ്ഞത്, ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പോലും എൻ്റെ വാപ്പന്നെ പഠിപ്പിച്ചിട്ടില്ല. ആ വാപ്പാരെ കൂട്ടത്തിൽ നമ്മൾ പെണ്ണുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ നമ്മുടെ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, മക്കളത് കേൾക്കേണ്ടത് നമ്മുടെ വായിൽ നിന്നാണ്. നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ രൂപവും ശൈലിയൊക്കെ മാറിയപ്പോൾ കുട്ടികളെ അതിരാവിലെ തന്നെ നമ്മൾ ചന്ദ്രൻ കേൾക്കണമാതിരി കുപ്പിയും വെള്ളവും ചുറ്റും ഒക്കെ കൂടെ ആയിട്ട് നടുറോട്ടിൽ ബാലൻസ് തെറ്റാതാക്കാൻ വേണ്ടി ഈ പിടുത്തം തന്നെ പിടിച്ചിങ്ങനെ നിൽക്കണം. അഥവാ ഒരു കജ്ജി വിട്ടാൽ ഓനും ബാഗും ഒക്കെ കൂടെ മറ്റേ ഭാഗത്തേക്ക് കനം തൂങ്ങിയാണ് മറിഞ്ഞു പോകും. അക്കുലത്തിലുള്ള വെയിറ്റൊക്കെ താങ്ങി ഓനെ ഏയർക്കന്നെ ഉന്തി തള്ളിയിട്ട് നമ്മളെന്ത് ചെയ്യും, വണ്ടിക്കാണ് കയറ്റി കൊടുക്കും. എന്നാൽ പിന്നെ നമ്മളെ ബാധ്യത കഴിഞ്ഞ്. ഓനെ ഒരു 4 അക്ഷരം ഇംഗ്ലീഷ് പഠിക്കുന്ന സ്ഥാപനത്തിലാണ്, ഇന്നോടത്താണെന്ന് പറയാൻ തന്നെ നമുക്കൊരു വല്ലാത്ത അഭിമാനമാണ്. ഒരു 1.5 മണിക്കൂർ ദുനിയാവ് മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ട് വേണം കുട്ടിക്ക് ഈ തൊട്ടടുത്തുള്ള 4 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥാപനത്തിലെത്താൻ. കാരണം ഏതൊക്കെ റൂട്ടിൽ നിന്ന്, ഏതൊക്കെ ഇടവഴിയിൽ നിന്ന് കുട്ടികളെ പെറുക്കിയെടുക്കേണ്ടതുണ്ടോ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ടാണ് അവസാനം കുൽക്കുഴിഞ്ഞ് തുപ്പണമാതിരി ഈ കുട്ടീനെ കൊണ്ടുപോയിട്ടാണ്ട് ഒരു 9:30 9:45 ഓൻ്റെ സ്ഥാപനത്തിലാണ്ട് എത്തിക്കുന്നത്. തിരിച്ചു വരുമ്പോഴേക്കും ഉമ്മ റോട്ടിൽ നിൽക്കുന്നുണ്ടാവും. ആ ഉടനെ കുട്ടീനോട് ചോദിക്കുന്ന ചോദ്യം, ഇന്ന് ഹോംവർക്ക് ഉണ്ടോയെന്നാണ്. ഈ തള്ളൻ എന്തെത്താ കാട്ടേണ്ടിന്ന് കുട്ടി ഇങ്ങനെ അപ്പം ആലോചിക്കുന്നുണ്ടാവും. അത്രക്ക് ദേഷ്യം ഉണ്ടാവും. ഓൻ ഉറങ്ങാൻ മതിയായ സമയം കൊടുക്കാറില്ല. അബുദാബിയിലെ എൻ്റെ ഒരു അനുഭവം ഉണ്ട്. ഒരു കുട്ടി എന്നോട് പറഞ്ഞു, സർ ഇന്ന് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മനെയും ചീറ്റ് ചെയ്തു എന്ന്. ഞാൻ ചോദിച്ചു എങ്ങനെയെന്ന്. ഓൻ പറഞ്ഞു, ഐ സ്ലെപ്റ്റ് ഫ്രം ദ ടോയ്ലറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചു അത് എന്തെന്ന് വെച്ചു. അന്ന് പിന്നെ 5:15 ദേ പുഷ്ഡ് മീ ഇൻ ടു ദ ടോയ്ലറ്റ് സർ. ഒരു രണ്ടാളും കൂടെ വന്ന് കാണാൻ എന്ത് ചെയ്തു, കുളിച്ചൂട് ഒരുങ്ങിക്കൂട് തന്നെ കാണാൻ എന്നാണ് പുഷ് ചെയ്തു, ടോയ്ലറ്റിൽ ഇട്ടാണ്ട് അടിച്ചു. ഓൻ കുളിച്ചിട്ട് വരട്ടേന്ന് ഓൻ എന്ത് ചെയ്തു, ടോയ്ലറ്റിൽ ഇരുന്നാണ്ട് ഉറങ്ങി. അങ്ങനെയൊക്കെ അല്ല അച്ഛനെയും അമ്മനെയും പറ്റിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അച്ഛനെയും അമ്മനെയും പറ്റിക്കേണ്ടി വരികയാണ് പാവം മക്കൾക്ക്. ഇരിക്കട്ടെ, നമ്മളെ വിദ്യാഭ്യാസം ഏതെല്ലാം രൂപത്തിൽ കുട്ടികൾക്ക് ഭാരമാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ അവിടെ കുട്ടികൾക്ക് കിട്ടേണ്ട വിശുദ്ധ ഖുർആൻ, ഇസ്ലാമികമായ പാഠങ്ങൾ, ദീനീ അധ്യാപനങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ഒരു 2 വട്ടം ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇല്ല. കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുക. പിന്നെ എങ്ങനെ കിട്ടേണ്ടത് ഇങ്ങോട്ട് കിട്ടുമോ? ആരെടുത്താണ് കുഴപ്പം? സമൂഹം കേടുവന്നതിൽ ഇത് തിരിച്ചറിയാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. ഒരാൾ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് തീരെ ചുവടിട്ടൂട. പറഞ്ഞത് ഈ ENT സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ടാണ്, ചെവിൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഭാര്യ ഇതാണിപ്പോൾ തീരെ പറഞ്ഞാൽ കേൾക്കണില്ല, ചെവി തീരെ വർക്ക് ചെയ്യണില്ല. അതുകൊണ്ട് ഓളോടാണെങ്കിൽ എനിക്ക് ചെവി കേൾക്കണില്ല അമ്പറന്നോളെ എന്നിട്ടോട്ട് കേൾക്കണമില്ല. എൻ്റെ നേരെ അങ്ങോട്ട് കുരച്ച് ചാടുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓളേറ്റ് ഒരു ദിവസം വരാം. അപ്പോൾ ഡോക്ടർക്ക് ഈ സിഫത്തൊക്കെ കൂടെ, ഭാര്യൻ്റെ സിഫത്തൊക്കെ കൂടെ കേട്ടപ്പോൾ ഒരു ബേജാറ്. ഇപ്പം പറഞ്ഞോളേറ്റ് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഡോക്ടർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റേ, മൂപ്പർക്കും ആളുടെ തടിയാക്കുക. ഞാൻ പറയുന്ന ഒരു ടെസ്റ്റ് നിങ്ങളൊന്ന് നടത്തിയിട്ട് നിങ്ങൾ കൊടുന്നാൽ മതി. ആയിക്കോട്ടെ, അത് ചെയ്യാം. നിങ്ങളൊരു സാധാരണ ഡിസ്റ്റൻസിൽ നിന്നിട്ട് പിന്നെ പറയേണ്ട വർത്താനം ഇങ്ങനെ പറഞ്ഞു നോക്കുക. കേൾക്കണില്ലെങ്കിൽ ഒരു 5 അടിയും കൂടെ അടുത്തേക്ക് നിന്നിട്ട് പറഞ്ഞോളി. പിന്നെയും കേൾക്കണില്ലെങ്കിൽ പിന്നെയും അടുത്തേക്ക് നിന്നോളി. അങ്ങനെ എത്ര ഡിസ്റ്റൻസ് ദൂരത്തുനിന്നാണ് ഈ കേൾവിക്കുറവ് അനുഭവപ്പെടുന്നതെന്നൊന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. ആയിക്കോട്ടെ. ഇയാൾ ടെസ്റ്റ് ആരംഭിച്ചത് പിറ്റേന്ന് രാവിലെ തന്നെ.
ഭാര്യയാണെങ്കിൽ അവിടെ അടുക്കളയിൽ പൊരിഞ്ഞ പണിയിലാണ്. ഒരു ഭാഗത്ത് പ്രഷർ കുക്കർ, അപ്പുറത്ത് വാഷിംഗ് മെഷീന്, ഇവിടെ ചോറ്റുംപാത്രം, ഇവിടെ ചാറ്റും ചട്ടി, ഇവിടെ പൊരിച്ചിനുണ്ട്, അവിടെ കഴിച്ചിനുണ്ട്. ആകെ കൂടെ ജഗ പുകയിട്ട് അടുക്കളയിൽ കിടന്നിങ്ങനെ പാഞ്ഞ് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ മറ്റേ ചെവിൻ്റെ ടെസ്റ്റ് ഒരു 2 റൂം അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ചോദ്യം, അല്ല ഇന്നിപ്പോൾ എന്താ ചായക്കടിയെന്ന്. കവർക്ക് സലാം ചെല്ലിയമാതിരി, നോ ആൻസർ. അപ്പം ഉപ്പർക്ക് മനസ്സിലായി എന്ത്, ചെവി കേൾക്കണില്ല. ഒന്നും കൂടെ അടുത്തേക്ക് 5 അടിയും കൂടെ അടുത്തേക്ക് നിന്നിട്ട് പിന്നെ ഇതേ ചോദ്യം, ഇല്ല, മറുപടി ഇല്ല. മൂപ്പർക്ക് ഉറപ്പായി സംഭവം കുറച്ച് ഗുരുതരാവസ്ഥയിലാണ്. ഇയാൾ 4ാമത്തെ വട്ടം കെട്ട് വന്നിട്ട് ഒരു പൊട്ടിത്തെറിക്കണ മാതിരി, എത്ര വട്ടായി പമ്പറന്നോളം എന്നെന്താ ചായക്കടി എന്ന് എന്നോട് ചോദിക്കലുണ്ട്. പമ്പറന്നോളം ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടൊരു പൊട്ടിത്തെറി. അവൻ്റെ മനുഷ്യൻ നിങ്ങൾക്ക് തീരെ ചെവിയിട്ടൂടെ. 8 വട്ടമായി ഞാൻ നിങ്ങളോട് കുട്ടും കള്ളി എന്നിട്ട് കണ്ട വട്ടം മുഴുവൻ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ ചോദിച്ചു. അപ്പം സംഭവം എന്താണെന്നറിയങ്ങൾ, ഇയാൾക്കാണ് കേൾവി കുറവുള്ളത്. ഇവളെ കേൾവിക്ക് ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഇവള് പറയുന്ന മറുപടി ഒന്നും ഇയാൾ കേൾക്കണില്ല. പ്രശ്നം ഇവിടെ കുടുംബത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളുടെ മർമ്മം എവിടെയെന്ന് അറിയുന്നിടത്ത് നമ്മൾ പരാജയപ്പെടാറുണ്ട്. പ്രശ്നം ചിലപ്പോൾ നമ്മളാകാം, ചിലപ്പോൾ മക്കളാകാം, ചിലപ്പോൾ ഭാര്യയാകാം. എവിടെയാണ് പ്രശ്നത്തിൻ്റെ മർമ്മം എന്ന് തിരിച്ചറിഞ്ഞാലേ അതിനനുസരിച്ചുള്ള ചികിത്സ കൊടുക്കാൻ പറ്റൂ, പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. നമ്മൾ അങ്ങോട്ട് നൽകുന്നതിൻ്റെ റിഫ്ലക്ഷനാണ് ഇങ്ങോട്ട് കിട്ടുക. തത്ത വിൽപ്പനക്കാരൻ്റെ അടുത്ത് നിന്ന് തത്തനെ മേടിച്ചൊരു കഥ പറച്ചിലുണ്ട്. 8-10 തത്ത ഉണ്ടായിരുന്നു. തത്തനൊക്കെ വിറ്റ് കഴിഞ്ഞു. അവസാനം ഇയാൾ തത്തക്ക് ചെന്ന് നോക്കുമ്പോൾ 2 തത്ത, ഒരു കൂട്ടിൽ ഒരു തത്ത, മറ്റേ കൂട്ടിൽ വേറൊരു തത്ത. 2 തത്തയും കണ്ടാൽ ഒരേ മൈ. ഈ തത്ത വിൽപ്പനക്കാരനോട് എത്ര ഇതിന് വില എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ തത്ത 250 തന്നാൽ മതി, നിങ്ങൾ ഈ കൂട്ടിലുള്ള തത്തയെങ്കിൽ നിങ്ങൾ 750 തരണം. അപ്പോൾ ഇയാൾ പറഞ്ഞു, അതെന്ത് വർത്താനാണ്, 2 തത്തയും കണ്ടാലും ഒരേ മാതിരി തോന്നുന്നു, പിന്നെന്താ എത്ര വില വ്യത്യാസം? ഇയാൾ പറഞ്ഞു, ഇതിൻ്റെ ചേലിനും ക്വാളിറ്റിനുമല്ല, ഈ തത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിക്ക് ആണ് വില. കൊണ്ടുപോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ 250 തന്നാൽ മതി. ഏതായാലും തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒന്നിനെ 250-നും അതേപോലെയുള്ള വേറൊരു തത്തനെ 750-നും വിളിച്ച് ഇയാൾ പെരയിൽ കൊണ്ടുപോയി. ആ 250-ൻ്റെ തത്തനെ ഇയാൾ തൂക്കിയത് കോലായി തന്നെ. 750-ൻ്റെ തത്തനെ ഇയാൾ ആ ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയിട്ടാണ് തൂക്കിയത്. വൈകുന്നേരം ആയപ്പോഴാടാ അതാ 250-ൻ്റെ തത്ത തുടങ്ങി ഭയക്കം പറിച്ചില്ല. നമ്മളെ ഭാഷയിൽ, എടീ മൂദേവി, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടെടി, എവിടെടി എന്ന് പറഞ്ഞിട്ട് പുളിച്ച തെറി അങ്ങനെ തുടങ്ങി. തെറി പൂരം തന്നെ. ഇയാൾക്ക് തന്നെ എന്താണെങ്കിപ്പോൾ തത്തനെ കാട്ടേണ്ടിന്ന് ഒരു പുത്തില്ലാതെ ഇയാളിങ്ങനെ ഇടങ്ങേറായി. അവസാനം അകത്തുള്ള തത്തൻ്റെ സ്ഥിതി എന്താണെന്ന് അങ്ങോട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്ട് ചെന്ന് നോക്കുമ്പോൾ അതുണ്ട് നാമം ജപിച്ച് അങ്ങനെ രാമരാമ നാമം ജപിച്ച് ദീപം എന്നൊക്കെ പറഞ്ഞ് കണ്ണും ചിമ്പി അങ്ങനെ വളരെ ഭക്തി പുരസ്സരം അങ്ങനെ നിൽക്കുക. അത്ഭുതം തോന്നി ഇയാൾക്ക്. ഇതൊന്ന് അന്വേഷിച്ചിട്ട് എന്തിപ്പോൾ കോലത്തിൽ ഒരേ രൂപത്തിലുള്ള തത്തകൾ ഇങ്ങനെയാകാൻ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ആദ്യത്തെ 250-ൻ്റെ തത്ത ഒരു കള്ളുടിയൻ്റെ പെരയിലെ തത്ത. ആ കള്ളുടിയൻ പെരയ്ക്ക് വരുന്ന രംഗാണ് നമ്മൾ നേരത്തെ കേട്ടത്, തെറിപ്പൂരം. ഭാര്യനെങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഇങ്ങനെ കയറി വരുന്നതാണ് എന്നും തത്ത കാണുന്നത്. അതാണ് തത്ത കണ്ട് പകർത്തിയത്. രണ്ടാമത്തത് ഒരു പാവം മുത്തശ്ശിൻ്റെ വീട്ടിലെ തത്തയായിരുന്നു. ആ മുത്തശ്ശിൻ്റെ കിടപ്പുമുറിയിൽ തന്നെയായിരുന്നു ഈ തത്തയും. എപ്പോഴും വൈകുന്നേര സമയത്ത് മുത്തശ്ശി നാമം ജപിച്ച് ദീപം കൊളുത്തി അങ്ങനെ ഭക്തി പുരസ്സരം കഴിഞ്ഞുകൂടുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് ആ തത്ത കണ്ടത്. അതാണ് ആ തത്ത എന്ത് ചെയ്തത്, പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. നമ്മിൽ നിന്നാണ് അവർ സ്വഭാവം എങ്ങനെയെന്ന് പഠിക്കേണ്ടത്. അമേരിക്കയിലെ ഒരു ഗ്രന്ഥ രചയിതാവ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലൊരു കഥ പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ
ഒരു കേസ് വന്നു, ഒരു വലിയ മോഷ്ടാവിൻ്റെ കേസ്. ആ മോഷ്ടാവിൻ്റെ കേസ് വന്നപ്പോൾ പിന്നെ വിധി വന്നപ്പോൾ ഈ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? ഈ മോഷ്ടാവ് പറഞ്ഞത്, സത്യത്തിൽ എന്നെയല്ല കോടതി ശിക്ഷിക്കേണ്ടത്, എന്നെ ശിക്ഷിച്ചോളൂ, പക്ഷെ കുഴപ്പമില്ല, എന്നെ ശിക്ഷിക്കുന്ന അതേ രൂപത്തിൽ എൻ്റെ അച്ഛനെയും അമ്മനെയും ശിക്ഷിക്കണം. ജഡ്ജി ആരാഞ്ഞു, എന്തേ ഇങ്ങനൊരു വർത്തമാനത്തിന് കാരണം? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യം മോഷണം ശീലിച്ചത്. ഞാൻ അന്ന് പെൻസിൽ കട്ടിരുന്നു, എൻ്റെ അമ്മക്കറിയാമായിരുന്നു ആ പെൻസിൽ ഞാൻ മോഷ്ടിച്ചതാണെന്ന്. പക്ഷേ എൻ്റെ അമ്മ എന്നെ തിരുത്തിയില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ പേന മോഷ്ടിച്ചിട്ടുണ്ട്, അപ്പോഴും എൻ്റെ അമ്മക്കറിയാമായിരുന്നു ഞാൻ ആ പേന മോഷ്ടിച്ചതാണെന്ന്, അമ്മ തിരുത്തിയില്ല. അത് കഴിഞ്ഞ് ഞാൻ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ ബോക്സിൽ നിന്ന് കാശ് കട്ടെടുത്തിട്ടുണ്ട്, അത് അമ്മയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അമ്മ മൗനം ദീക്ഷിക്കുകയാണ് ചെയ്തത്. കളവ് മോശമല്ലാത്തൊരു കലയാണെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. പിന്നെ കുറേശ്ശെ ഞാനങ്ങനെ കക്കാൻ തുടങ്ങി. ഇപ്പോൾ വലിയൊരു കളവാണ് ഞാൻ നടത്തിയത്, ശരി തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്നെ ഏറ്റവും വലിയ കള്ളനാക്കിയത് ആരാ? എൻ്റെ ഈ അച്ഛനും അമ്മയും. ഒരുപാട് അച്ഛനമ്മമാർ, ഒരുപാട് ഉമ്മ ബാപ്പമാർ മക്കളെ വലിയ കള്ളന്മാരാക്കി മാറ്റുന്നുണ്ട്. അവരെ തിരുത്താൻ വേണ്ട സമയത്ത് തിരുത്താൻ പലപ്പോഴും മാതാപിതാക്കളാക്കാകുന്നില്ല. ഇതൊരു വലിയ ദുരന്ത. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി, ഇസ്മഉ വ അത്തിഉ, പറയുന്നത് കേൾക്കണേ, അനുസരിക്കണേ എന്ന് പറഞ്ഞതോടുകൂടി സദസ്സെന്ന് വന്നു പ്രതികരണങ്ങൾ. എന്തായിരുന്നു? ലാ സമഅ വലാ ത്വഅ, കേൾക്കാനും പോണില്ല, അനുസരിക്കാനും പോണില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ അങ്ങനെ? അപ്പോഴാണ് സദസ്സിൽ നിന്ന് ഈ ഒബ്ജക്ഷൻ ഉന്നയിച്ച സഹാബി പറഞ്ഞത്, എല്ലാവർക്കും കൊടുത്തതുപോലെയുള്ള ഒരു വസ്ത്രത്തിൻ്റെ കഷ്ണമാണ് അങ്ങയും എടുത്തത് എങ്കിൽ ഒരിക്കലും അങ്ങക്ക് ഇന്നിട്ടതുപോലുള്ള ഒരു കമീസ് അടിച്ചിടാൻ പറ്റൂല, തുന്നി വരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ തുണി അധികം എടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കണം. അത് എവിടുന്ന് കിട്ടിയെന്ന് അറിയാൻ തർക്കമില്ല. മിമ്പറിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ പുത്രൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നിങ്ങനെ നോക്കി, എവിടെ മോൻ ഇരിക്കണമെന്ന്. അബ്ദുള്ളയെ കണ്ടു. അബ്ദുള്ളയോട് പറഞ്ഞു, ഇതിന് മറുപടി കൊടുക്കണം. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, എല്ലാവർക്കും കൊടുത്തതുപോലെ ഒരു കഷ്ണം തുണിയെ ബാപ്പ എടുത്തിട്ടുള്ളൂ. പക്ഷേ ബാപ്പക്ക് അതുകൊണ്ടൊരു കമീസ് തുന്നാൻ കഴിയാതെ വന്നപ്പോൾ എൻ്റെ കഷ്ണം കൂടെ ഞാൻ ബാപ്പക്ക് കൊടുത്തിട്ട് അതാണ് ബാപ്പ ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഇത്രയും നീണ്ട ഒരു ഷർട്ട് ബാപ്പക്ക് ധരിക്കാനായത്, തുന്നാനായത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മിൽ നിന്ന് നല്ല പാഠങ്ങൾ കിട്ടാൻ കഴിയണം. ആ രൂപത്തിൽ മക്കളെ വളർത്താൻ നമുക്കാകണം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, റഹിമല്ലാഹു ഇംറഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ ഫസല്ല വഅയ്ഖള ഇംറഅതഹ. കുടുംബമുള്ള വിഷയം, നമ്മുടെയൊക്കെ കുടുംബ സംവിധാനം എങ്ങനെയെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. തിരുത്തേണ്ടി വന്നാൽ നമ്മൾ തിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ. അയാൾ രാത്രി നമസ്കാരത്തിന് എഴുന്നേൽക്കുകയാണ്. അയാൾ നിസ്കരിക്കുകയും വഅയ്ഖള ഇംറഅതഹ, തൻ്റെ ഭാര്യയെ ഉണർത്തുകയും ചെയ്യണം. ഫഇൻ അബത്, ഭാര്യ എഴുന്നേൽക്കുന്നില്ലെങ്കിലോ നളഹ
ഫി വജ്ഹിഹാ അൽമാ, അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ട് എണീക്ക്. ഇത് എന്തുറക്കാണത്? ഇപ്പോഴല്ലേ ബാങ്ക് കൊടുക്കാനായില്ലേ, തഹജ്ജുദ് നിസ്കരിക്കണ്ട, എണീക്ക് എന്ന് പറഞ്ഞിട്ട് എണീപ്പിച്ച് നിസ്കരിപ്പിക്കുക. പുരുഷന്മാർക്ക് നല്ലൊരു ഹാപ്പി തോന്നുന്നുണ്ടാവും. നമ്മൾ ഒന്നും ചെയ്തു, ഓളിട്ട് ഒന്നിട്ടുമില്ല, കുറച്ച് വെള്ളം കുടയാനുള്ള ഒരു അവസരം കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ വേണ്ടിയത് തന്നെയാണ് ഇത് എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായം ഉണ്ടാവും. പക്ഷേ നബി പുറത്തേക്കും പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് പറയുക, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീയെ അനുഗ്രഹിക്കട്ടെ. റഹിമല്ലാഹു ഇംറഅ ഖാമത് മിനൽ ലൈൽ, ആദ്യം എണീറ്റത് സ്ത്രീയാണ്. അവള് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അപ്പുറത്ത് കൂർക്കം വലിച്ചുറങ്ങണ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അയാൾ എഴുന്നേൽക്കുന്നില്ലെങ്കിലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നലഹത് ഫീ വജ്ഹിഹി അൽമാ, അയാളുടെ മുഖത്ത് വെള്ളം കുഴഞ്ഞിട്ട് എന്തോർക്കാതെ മനുഷ്യ എണീക്കുങ്ങളെ, നമുക്ക് നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുന്ന ഭാര്യ. ആദ്യം പറഞ്ഞ അത്ര ഹരം കിട്ടൂല, രണ്ടാമത് പറഞ്ഞതിന്. കാരണം ഭാര്യ ഇങ്ങോട്ട് വെള്ളം കൊടിയാണല്ലോ, അങ്ങോട്ട് നമ്മൾ വെള്ളം കൊടിയല്ല വേണ്ട, ഓളൊക്കെ മുഖത്തേക്ക് വെള്ളത്തിൻ്റെ കോപ്പുകൊണ്ട് കൊണ്ട് ഒഴിച്ച വേണ്ട, എന്നാലും ഓളൊക്കെ ഉണ്ട് എണീക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പം ഒന്നും എന്ത് ചെയ്യൂല, അനങ്ങൂല. കാരണം ഇങ്ങോട്ട് വെള്ളം കൊടിയാന്ന് പറഞ്ഞാൽ ഇജ്ജൊരു നിൽക്കാരൊക്കെ എത്തി എന്ത് ചെയ്യും, നിൽക്കാരം തുടങ്ങി എനിക്ക് നിൽക്കിച്ചാൽ പോലെ ജിന്ന വെള്ളം കൊണ്ട് ഏൽപ്പിച്ചാൽ അത് വയൽ കപാലത്തുകാരൻ്റെ ഒരു അവസ്ഥ. ഏതായാലും ആട്ടെ, ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട സംഭവമാണത്. ആദ്യം ഒന്നും അത്ര അടുത്ത് നിന്നുകാണ്ട് വെള്ളം ഒഴിക്കണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയുള്ളൂ. കുറച്ച് വിട്ട് നിന്നുകാണ്ട് വെള്ളം കുടഞ്ഞു നോക്കി, എന്നിട്ട് അതിനെ മട്ട അറിഞ്ഞിട്ട് മതി വെള്ളം കുടച്ചിലൊക്കെ. ഏതായിരുന്നാലും ഇവിടെ ഒരു കുടുംബത്തിൻ്റെ ചിത്രം, നല്ല ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ചിത്രം അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരിക. അവർ തഹജ്ജുദ് നിസ്കരിക്കാൻ, അതിൻ്റെ പ്രാധാന്യം മക്കൾക്ക് ബോധ്യപ്പെടുക. എന്നിട്ട് മകനോ മകളോ പറയാം, നാളെ നിങ്ങൾ എണീക്കുമ്പോൾ ഇനിയും കൂടെ ഒന്ന് വിളിക്കണം. അലാറം വെച്ചിട്ട് ആ കുട്ടികളും കൂടെ എണീക്കുക. പോട്ടെ, നമ്മൾ ജമാഅത്തിന് പോകുമ്പോൾ ആ കൂട്ടത്തിൽ എത്ര കുട്ടികൾ നമ്മുടെ കൂടെ ജമാഅത്തിന് വരാറുണ്ട്. ആ ജമാഅത്തിന് പറഞ്ഞയക്കുന്നതിൽ എത്ര ഉമ്മാര് വിജയിക്കാറുണ്ട്, എത്ര ഉപ്പാരതിൽ ശ്രദ്ധ പുലർത്താറുണ്ട്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് നന്നായി വരേണ്ട ഒരു സംഭവമല്ല കുടുംബം എന്ന് പറഞ്ഞത്. ചുറ്റുപാടും വളരെ മോശമാണെന്ന് നമുക്കറിയാം. കുട്ടികൾ കേടുവരുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവരതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു മാർഗവും നമ്മൾ സ്വീകരിക്കാതിരിക്കുക. എങ്ങനെയാണ് നമ്മുടെ സമൂഹം ശരിയാവുക? ألقاه في اليم مكتوفا وقال له إياك إياك أن تبتل في الماء. ഒരാളെ കയ്യും കാലും കൂട്ടിക്കെട്ടി തല കീക്കാൻ തൂക്കാക്കി കയറുമ്മ വെള്ളത്തേക്ക് ഇങ്ങനെയാണ് മുക്കുകയാണ്. അതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. നിങ്ങൾ കയ്യും കെട്ടിക്കണ്, കാലും കെട്ടിക്കണ്, തല കീപ്പട്ടാക്കിയിട്ട് നല്ല വെള്ളത്തേക്ക് ഇങ്ങനെ മുക്കുകയാണ്. മുക്കുമ്പോൾ ഓനൊരു ഉപദേശം, എന്താ ഉപദേശം എന്നറിയോ? മോനെ വെള്ളം നനയണ് നോക്കണം കേട്ടോ. ആ സാധുവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഓനോട് വെള്ളം നനയണ് നോക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓൻ ആ വെള്ളത്തിലാണ് മുക്കാൻ നോക്കണത്. ഓൻ്റെ കയ്യും കാലും കൂട്ടി കെട്ടിക്കുകയാണ്. ഓൻ അതിൽ മുങ്ങല്ലാതെ ഒരു രക്ഷയില്ല. എന്നിട്ട് ഓന് കൊടുക്കുന്ന ഉപദേശമാണ് നനയണ് ശ്രദ്ധിക്കണം കേട്ടോ. അതേമാതിരിയാണ് നമ്മൾ കുട്ടികൾക്ക് മോശമായ ഒരു ചുറ്റുപാടിൽ അങ്ങനെ കേടുവരാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നിട്ട് ആ ടച്ച് സ്ക്രീനുള്ള ഒരു ഫോൺ ആവശ്യമില്ലെങ്കിലും നമ്മൾ മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ പറയും വേണ്ടാത്തതിന് ഉപയോഗിക്കത്തിട്ട് അല്ലോ ശ്രദ്ധിക്കണം. എന്താ പറച്ചിലോണ്ട് കാര്യം? ഇടക്കും തലക്കും അവൾക്ക് ഫോൺ ഇങ്ങനെ വരികയാണ്. ഓള് 9ലാണ്, അല്ലെങ്കിൽ 10ലാണ്, അല്ലെങ്കിൽ 11ലാണ്, 12ലാണ്. ഫോണേറ്റ് കാണാൻ ഓള് കോയിക്ക് കൽക്കുന്നം കിട്ടിയ മാതിരി ഒരു പാച്ചിൽ. എവിടുക്കാ പായണ്ടി, എവിടുന്നാ വർത്താനം പറയേണ്ടിന്ന് ഒരു പിടുത്തും കിട്ടില്ല. അങ്ങോട്ട് പായും ഇങ്ങോട്ട് പായും, അവസാനം മറ്റേ മതിൽ കടന്ന് അങ്ങോട്ടൊക്കെ പോകും. അങ്ങനെയൊക്കെ കൂടെ ഫോൺ വന്നിട്ട് ട്രെയിനിൻ്റെ അടിയിൽ പെടുന്നവരുണ്ട്, കയറ്റി ചാടിയവരുണ്ട്, അങ്ങനെ എന്തെല്ലാം ഹലാക്കപ്പെട്ടവരുണ്ട് എന്നറിയുങ്ങൾ. ഈ ഫോണിൻ്റെ ദുരന്തങ്ങൾ
സമൂഹം ഒരു സൈബർ കുറ്റകൃത്യത്തെക്കുറിച്ച് വലിയ ബോധവൽക്കരണം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഫലപ്രദമാകണമെങ്കിൽ ഉമ്മക്ക് ബോധം വേണം, ഉപ്പക്ക് ബോധം വേണം. ആ ഫോൺ അവൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ആരവൾക്ക് വിളിച്ചുകൊണ്ടിരിക്കണു അറിയണം. എന്തിനെ ഫോൺ വന്നപ്പോൾ അയലോക്കത്തെ മതിൽ ചാടിയിട്ട് അങ്ങോട്ട് ചാടി പാഞ്ഞത് വരുമ്പോൾ പറയും അതൊരു കൂട്ടുകാരൻ വിളിച്ചല്ല, ഒരു കൂട്ടുകാരി വിളിച്ചതേ, എൻ്റെ ഒപ്പം പഠിക്കണ കൂട്ടുകാരി വിളിച്ചെന്ന് എന്നാ സാരമില്ല. പക്ഷെ എൻ്റെ ഈ കൂട്ടുകാരിക്ക് ഉമ്മ കേൾക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇപ്പം കേൾക്കാൻ പറ്റാത്തൊരു വിവരം കൂട്ടുകാരി എന്തേ പറയുന്നത്, എന്തിനാ ഓള് ഫോണായിട്ട് അങ്ങോട്ട് പാഞ്ഞത്? ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞാൽ മതിയല്ലോ ഓക്ക്. പക്ഷെ അങ്ങനെയല്ല, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിരന്തരമായ ഫോൺ വിളി സമൂഹത്തിൽ മിസ് കോള് മതി. ഇപ്പോൾ ഒരു 4 മിസ് കോൾ ഇങ്ങനെ വന്നാൽ തന്നെ മതി നമ്മളെ പെണ്ണുങ്ങൾ പെര വിട്ടാണ്ട് ഇറങ്ങിപ്പോകാൻ. അങ്ങനത്തെ സംഭവങ്ങളും നമ്മൾ കേൾക്കുകയാണ്. നഷ്ടപ്പാതിരക്ക് കോള് വരികയാണ്. ആദ്യത്തെ കോള് അത് നമ്പർ മാറിയതാണ്, ആയിക്കോട്ടെ നമ്പർ മാറിയതായിരിക്കും, അയിമ നിന്നു എന്ന് വിചാരിച്ച് പിന്നെയും നമ്പർ മാറി വരുന്നേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഹലോ, അങ്ങോട്ടും ഹലോ, ഇതാരാ, ആർക്കാ വിളിച്ചത്? അല്ല അങ്ങനെയൊന്നും ചോദിച്ചില്ല, ഇത് ഞാനാ. എന്നാ സാറില്ല വെച്ചാളി. വെച്ചു എന്നാകുമ്പോൾ വിചാരിച്ചില്ല, വെച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതേ വിളി. ഉറങ്ങിയോന്ന് വെച്ചിട്ടൊരു വിളി, ഇല്ല ഉറങ്ങിയിട്ടില്ല. അപ്പൊ പിന്നെ എന്താ ഉറങ്ങാത്തന്നായി. അങ്ങനെ ഒരു 4 സുവാലും ജവാബും. അങ്ങനെ ചുരുക്കി പറഞ്ഞ ആ മിസ് കോൾ ഏതോ ഒരു തമാശക്കാരൻ പറഞ്ഞു മിസ് കോളിനെ പറ്റി ഖുർആനിലുണ്ട്. അത് ഏതായത്തെന്ന് വെച്ചു. ഫമയ്യഅമൽ മിസ്കാല സർറത്തിൻ ഖൈറൻ യറ. അടുത്ത ആയത്ത് വമയ്യഅമൽ മിസ്കാല സർറത്തിൻ ശർറൻ യറ. മൂപ്പർ പറഞ്ഞത് മിസ്കാളിനെ പറ്റിയാണ്. തമാശയാണ്, എന്നാലും കാര്യമുണ്ട്. അത് എന്താ വെച്ചു, ആദ്യത്തെ മിസ് കോൾ ഖൈറാന്ന് കൂട്ടിക്കോളി, പിന്നെയും മിസ് കോൾ വരികയാണെങ്കിൽ ഫമയ്യഅമൽ മിസ്കാല സർറത്തിൻ ശർറൻ യറ എന്നാ മൂപ്പരെ ഇതിന് അർത്ഥം കൽപ്പിച്ചത്. സംഗതി തമാശയാകാം, പക്ഷേ ആ മിസ് കോളിൻ്റെ ഒരു ദുരന്തം ഉണ്ടല്ലോ, സമൂഹത്തെ എത്രമാത്രം ഗ്രസിച്ചിട്ടുണ്ട്, അതൊരു വലിയ സംഗതിയാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് അവർ ആ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ആവശ്യത്തിനേ ഉപയോഗിക്കുന്നുള്ളൂ എന്നറിയണം. അവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ പഠിക്കുന്ന ആവശ്യത്തിന് ആണ് അവർ ഇത് നെറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞത്. പക്ഷേ അവരെന്തിനാ പിന്നെ അടച്ചുപൂട്ടിയ റൂമിലിരുന്ന് പഠിക്കുന്നത്? അതൊരു തുറന്ന റൂമിലായിരിക്കണം, എല്ലാവരും കാണുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ മകനും മകളും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. അതേക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അടച്ചിട്ട ഒരു റൂമിലിരുന്നിട്ടുള്ള ആ കമ്പ്യൂട്ടർ പഠനമുണ്ടല്ലോ, അതൊരിക്കലും ഗുണം ചെയ്യില്ല. പാതിരാക്ക് പോലും നമ്മുടെ ചെറുപ്പക്കാരും വീട്ടിൽ അണയുന്നില്ല. എന്നാൽ അവർ നാട്ടിലുണ്ടോയെന്ന് ചോദിച്ചാൽ നാട്ടിലുമില്ല. അവരവരുടേതായ ഒരു സൈബർ ലോകത്താണ്. ഏതെങ്കിലുമൊക്കെ റോഡിൻ്റെ സൈഡുകളിൽ ഏറുമാടം പോലെ വെച്ച് കെട്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് കുനിഞ്ഞിട്ട് കിടന്നിട്ട് റുക്കോയിലും സുജൂദിലുമായിട്ട് ഓലങ്ങനെ തോണ്ടന്നെയാണ്. തോണ്ടിമല തോണ്ടുക. എന്തായിരിക്കും ഇത്ര തോണ്ടാൻ? പിന്നൊരാൾ വന്നിട്ട് ഓനെ തോണ്ടിയാൽ പോലും ഓനറിയില്ല. അക്കോലത്തിലുള്ള തോണ്ടലാണ് ഓൻ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. മീൻസ് അത്രയേറെ അനാവശ്യമായ കാര്യങ്ങൾക്ക് ഈ ഫോൺ എന്ന സംവിധാനം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ അതീവ ശ്രദ്ധാലുക്കളാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. തീർച്ചയായും ആ കുട്ടികൾക്ക് നല്ലത് പഠിപ്പിക്കാനാകണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ നഹല വാലിദുൻ ലിവലദിഹി, ഒരു പിതാവും തൻ്റെ കുട്ടിക്ക് ഒരു സമ്മാനം, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകുന്നില്ല. എന്തിനേക്കാൾ? നല്ല ഒരു അദബ് പഠിപ്പിക്കുന്നതിനേക്കാൾ. നല്ല അദബ് പഠിപ്പിക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നല്ല ഒരു ദീർഘവീക്ഷണമുള്ള അമവിയ ഖലീഫമാരിൽ ഏറ്റവും നീതിനിഷ്ഠമായി ഭരണം നടത്തിയ സെക്കൻഡ് ഉമർ എന്ന പേരിൽ
ചരിത്രമറിയപ്പെട്ട മഹാപുരുഷനായിരുന്നു അദ്ദേഹം. കുട്ടികളെ വളർത്തേണ്ട കാര്യത്തിൽ പറഞ്ഞ ഉപദേശം ശ്രദ്ധേയ. ദാഇബുഹു സബ്ആൻ, 7 വയസ്സുവരെ കുട്ടികളൊപ്പം കളിച്ചിട്ട് വേണം കുട്ടികളെങ്ങനെ കൊണ്ടെടുക്കാൻ. നമ്മൾ 7 വയസ്സാകുമ്പോഴത്തേനാണ് ഒരു വടിയൊക്കെ എടുത്തുകാണ്ട് ഓൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടൽ. അനങ്ങിയ നേരം വെളുക്കുമ്പോൾ തന്നെ വടി എടുത്തുകാണ്ട് ഓൻ കാണുന്ന കുളത്തിൽ വെച്ചിട്ട് ഇത് കണ്ടുകണജ് എന്നറിയാണ്ട് ഓനെങ്ങനെ പേടിപ്പിച്ചാൽ തുടങ്ങി. അപ്പം തന്നെ ഓനെ പേടിപ്പിച്ചണ്ട, ശരിക്കും ഓനെ പേടിപ്പിച്ചല്ല വേണ്ടത്, ഓൻ്റെ ഒപ്പം കളിക്കുകയാണ് വേണ്ടത്. 7 വയസ്സ് വരെ. 7 മുതൽ 14 വയസ്സ് വരെ അദ്ദിബുഹു സബ്അൻ, 14 വയസ്സ് വരെ ഓനെ അദബ് ഇങ്ങനെ പഠിപ്പിക്കണം. അദബ് പഠിപ്പിക്കുക മീൻസ് അതൊരു തിരുത്തല. അങ്ങനെയല്ല മോനെ, എങ്ങനെയാണ് അങ്ങനെ തിരുത്തി കൊണ്ടുവരിക. 14 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ വിധി എഴുതി ഓൻ മെച്ചൂർഡായി, ഓൻ വലിയ ആളായില്ല, ഓള് വലിയോളായില്ല, ഇനിയിപ്പോൾ തെത്ത നമ്മൾ ഓളെ പിന്നാലെ അല്ലെങ്കിൽ ഓൻ്റെ പിന്നാലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓളെ വയ്ക്കും, ഓൻ്റെ വയ്ക്കോട് വിടും. അങ്ങനെയല്ല. സ്വാഹിബുഹു സബ്ആൻ, 14 മുതൽ 21 വയസ്സ് വരെ ഓനെ കൂടെ കൊണ്ടെടുക്കും. നമ്മളെ മക്കൾ ബിടെക് കഴിഞ്ഞിട്ടുണ്ട്, MBBS കഴിഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ കഴിഞ്ഞിട്ടുണ്ട്, BBA അതിൻ്റെ അപ്പുറം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഓനെ വിളിച്ചിക്കാണ്ട് ഇജ്ജ് ഒരു 1 കിലോ തക്കാളി ഇടുന്നാന്ന് പറഞ്ഞാൽ പീഡിയക്കാരൻ ഓനെ കണ്ടാൽ പറ്റിച്ചു. കാരണം പീഡിയക്കാരനറിയാം പറ്റിക്കാൻ പറ്റിയ സാധനമാണ് ഈ വരുന്ന. കാരണം ഓൻ എടുത്തിക്കണത് ബിടെക്കാ, ഓൻ പഠിച്ചിരിക്കണത് BBA ആണ് അല്ലെങ്കിൽ MBBS ആണ്, ഓൻ ആരൊക്കെയോ ആണ്. പക്ഷെ 1 കിലോ തക്കാളി മേടിച്ചാൽ ഓനെ പറ്റൂല. അത് ആർക്കറിയാം? പീഡിയക്കാരന് നന്നായി അറിയാം. ഓൻ ചീഞ്ഞ തക്കാളി ഇട്ട് വരും. മീൻ വാങ്ങാൻ എന്തായാലും പറ്റൂല. ഓനായിട്ട് നിങ്ങൾ മീൻ വാങ്ങാൻ പറഞ്ഞേക്കല്ലെങ്കിൽ മീൻ തിന്നില്ലെങ്കിലും വേണ്ടിയില്ല, ഓനെ കൊണ്ട് ആ ചീഞ്ഞ മക്കിയൊക്കെ കൂടെ അവിടെ കൊടുന്ന് വേണ്ട. ഓനാണെങ്കിൽ മീൻ തന്നെ വേണ്ടാന്ന് തീരുമാനിച്ചു. എന്തേ? ഓനതിന് പറ്റൂല. എന്താ സംഭവം എന്നറിയോ? മീൻ മാർക്കറ്റ് പോകുമ്പോൾ 2 പ്രാവശ്യം ഇബ്ബനായിട്ട് പോകണം നമ്മൾ. എന്നിട്ടിങ്ങനെ ആ കൊട്ടൻ്റെ അടുത്ത് കൂടി നടന്നിട്ട് ഏത് മീനാണ് നല്ലതെന്ന് നോക്കി വാങ്ങിക്കാനുള്ളൊരു പഠിപ്പ്. അതിപ്പോൾ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചില്ലോ, കോളേജിൽ നിന്ന് ഏതായാലും പഠിപ്പിച്ചില്ല. പിന്നെ ലാബിലൊന്നും ഇങ്ങനെ ഈ മത്തി മാർക്കറ്റ് അല്ലല്ലോ ഉള്ളത്, അതുകൊണ്ട് അവിടുന്ന് ഇത് പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഇവിടുന്ന് അത് ഓന് കിട്ടണ്ടേ? ബാപ്പാരൊപ്പം കൊണ്ടെടുക്കണം. അതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സ്വാഹിബുഹു സബ്ആൻ. കുട്ടികൾക്ക് കുടുംബറ്റൊരു ബന്ധമില്ല. അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്. എടാ മൂത്താപ്പാക്ക് വിജുവല, മൂത്താപ്പാനൊന്ന് കണ്ടുവരിക. എന്ത് മൂത്താപ്പ, നിങ്ങളാണ് പോയിക്കോളി, മൂത്താപ്പ എളാപ്പ തന്നെയുണ്ട്, എനിക്കിവിടെ വേറെ പണിയുണ്ട്. ഓൻ്റേതായ ഒരു ലോകത്താണ്. ഇനി ഓന് മൂത്താപ്പ എന്നല്ല, ഓൻ സ്വന്തം പെങ്ങളെന്നെ വെച്ചെങ്കിലും ഓനത് വല്ലാതെ യേശുനില്ല. കാലം അവിടെ എത്തിയിട്ടുണ്ട്. എവിടെയൊക്കെയോ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്, ഒരു വേർതിരിവ്. പെരക്ക് തറയിടുമ്പോൾ തന്നെ എഞ്ചിനീയർ പറയും ഇതാണ് ഒരു ബെഡ്റൂം, ഇത് മറ്റേ ബെഡ്റൂം. അപ്പം തന്നെ നമ്മൾ ഓരിച്ചു, ഈ ബെഡ്റൂം ഓന് ഇത് ഓക്ക്, മറ്റേത് മാസ്റ്റർ ബെഡ്റൂം. അവിടെ എന്തായാലും ഇപ്പോൾ വാപ്പി മമ്മിയും തന്നെയാണല്ലോ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അത് ഓൽക്ക്. ഇപ്പം എല്ലാവരും വെവ്വേറെ കൂട്ടിലാണ്. ഇനി കുട്ടികൾ വലുതായി പെരയൊക്കെ പൊന്തുമ്പോത്തിന് വരവ് അങ്ങനെ തന്നെയാണ്. എങ്ങനെ അങ്ങനെ വന്നിട്ട് ഓൻ്റെ ആ പാട്ടും പാടിയിട്ട് ഓൻ ബാഗ് ഓൻ്റെ റൂമൊക്കെയാണ് വലിച്ചെറിയും. ചെരുപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് കുടഞ്ഞിട്ട് അങ്ങോട്ടിട്ടും ഡ്രസ്സ് അങ്ങോട്ട് വലിച്ചെറിയും. എന്നിട്ട് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടും പാടിയിട്ട് ഓ റൂമിൽ കയറും, വാതിലുണ്ടാക്കും. ഓൻ്റെ റൂമിലായി. മറ്റോളെ റൂമിൽ അങ്ങനെ തന്നെ. ബാപ്പി ഉമ്മി അവരുടേതായ ഒരു ലോകത്തും. ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടല്ലോ, വമ്പം പരാജയ. ഈ പറയപ്പെട്ട കുടുംബത്തിൻ്റെ പേരാണ് സൂ ഫാമിലി. സാമൂഹ്യ നിരീക്ഷകർ കൊടുത്ത പേരാണത്. സൂ ഫാമിലി എന്ന് പറഞ്ഞാൽ മൃഗശാലൻ്റെ മാതിരിയാണ്. ആ മൃഗശാല തുടങ്ങിയ അന്നുള്ള ചിമ്പാൻസി ഉണ്ടല്ലോ, അന്ന് തന്നെയുള്ള പിന്നെ ജിറാഫേറ്റ് യാതൊരു ബന്ധവുമില്ല. എന്താ? ചിമ്പാൻസിൻ്റെതായ ഒരു കേജിലാണ്. പിന്നെ മറ്റേ ഈ ഇതുണ്ടല്ലോ, ജിറാഫിൻ്റെ കൂട്ടിലാണ്. പുറത്ത് മാനാണുള്ളത്, മാനിൻ്റെ ഒരു കേജിലുമാണ്. എല്ലാവരും വെവ്വേറെ കേജിലാണ്. എല്ലാവർക്കും ഈ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇവർ തമ്മിൽ ഒരു ലോഗ്യമില്ല. ഇതേമാതിരി നമ്മളെ പരിയില് ഓരോരുത്തരും ഓരോ റൂമിൽ. ഇനി വേറൊരു ഫാമിലി ഉണ്ട്, അത് റെസ്റ്റോറൻറ്റ് ഫാമിലിയാണ്. റെസ്റ്റോറൻറ്റ് ഫാമിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിലെ മാതിരിയാണ്.
ഓരോ സമയത്തും ഓരോരുത്തർ വരുന്നു, സാധനങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നു, തിന്നുന്നു, പോകുന്നു. ആരാണ് ഇവിടെ ഈ നെയ്റോസ്റ്റ് ഉണ്ടാക്കിയതെന്ന് അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നോ ചോദിച്ചറിയാറില്ല. ആരാണ് നിങ്ങളെ ഭണ്ഡാരി, ആരാണ് ഇതിവിടെ ഉണ്ടാക്കിയത്, എവിടെയാണോ അവൻ്റെ നാടെന്ന് ആരും ചോദിക്കില്ല. എത്ര ബില്ല് നോക്കും, പൈസ അടക്കും, പോകും. വേറൊരാൾ വരും, ഓനിഷ്ടമുള്ള ഓർഡർ ചെയ്യും, തിന്നും, പോകും. അതേമാതിരിയാണ് പലപ്പോഴും നമ്മളെ വീട്. പല ഭക്ഷണം അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ആരാ ഉണ്ടാക്കിയെന്നൊരു ചോദ്യമില്ല. അത് ഉമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, പെങ്ങളായിരിക്കാം, ആരായാലെന്താ, ഡൈനിങ് ടേബിൾ കാണുന്ന ഭക്ഷണം തിന്നുന്നു, എഴുന്നേൽക്കുന്നു, പോകുന്നു. വേറൊരാൾ വരുന്നു, ആ ഭക്ഷണപാത്രങ്ങൾ തുറക്കുന്നു, തിന്നുന്നു, പോകുന്നു. അവസാനം ആരെങ്കിലും ഒരാൾ ആ ഡൈനിങ് ടേബിള് ക്ലീനാക്കുന്നു. ഒരു റെസ്റ്റോറൻറ്റിലെ പോലെ തന്നെ. ആരുണ്ടാക്കിയെന്നല്ല. ഒരു സഹാബി വന്നിട്ട് പ്രവാചകനോട് പരാതി പറഞ്ഞു, അള്ളാൻ്റെ റസൂൽ എത്ര തിന്നിട്ടും വയറെന്ന് അറിഞ്ഞും തോന്നുന്നില്ല, ഒരു മതി വന്നു എന്നൊരു തോന്നലില്ല. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ഒന്നിച്ചാണോ ഭക്ഷണം കഴിക്കുന്നത്, അതോ എല്ലാവരും കൂടെ കൂടിയിട്ടാണോ? ആ സഹാബി പറഞ്ഞു, ഒറ്റക്കൊറ്റക്കാണ്. നബി പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പം നിങ്ങൾക്കൊരു മതി വന്നു എന്നുള്ള തോന്നുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹം ഓർത്തിട്ട് ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ. ഇതാരാ ചെയ്യേണ്ടത്? ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഉമ്മയാണ്. ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും ഒഴിവാണല്ലോ. ഇന്നിവിടെ ദുഹ്ർ നമസ്കാരം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് 1 മണിക്ക് അല്ലെങ്കിൽ 1:30 നമുക്ക് ചോറ് വിളമ്പണം. എല്ലാവരും വരണം ആ സമയത്ത്. ഒരാൾ ഒരു നേരത്ത് മറ്റൊരാൾ ഒരു നേരം, അങ്ങനെ പറ്റൂല. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അത് പറയണം അമ്മ. ആ നേരത്തേക്ക് എല്ലാവരും എത്തണം. അപ്പം കൂട്ടാൻ മതിയാവും. അല്ലെങ്കിൽ 4 ആക്കുണ്ടാക്കിയ ഭക്ഷണം 8 ആക്കുള്ള ഭക്ഷണം 4 ആക്ക് ഒരുക്കിയാലും മതിയാവും തോന്നില്ല. കാരണം ആദ്യം വന്നവൻ അവനാവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒരുപോലെ തിന്നിട്ടുണ്ടാവും. ഓൻ മൂക്കറ്റം തിന്നിട്ട് ഓൻ പോവും. രണ്ടാമത്തെ ആൾ വരും, ഓനും മൂക്കറ്റം തിന്നും. മൂന്നാമത്തെ ആൾക്കും തിന്നണം എന്നുണ്ടാവും. പക്ഷെ മൂക്കറ്റം പോയിട്ട് ഓന് തൊള്ളറ്റം പോലും തിന്നാനില്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞു. അവസാനം ഉണ്ട് ഉമ്മാൻ്റെ ഒരു പേര്, അതൊക്കെ അപ്പം കഴിഞ്ഞാ എവിടേക്കപ്പം എത്ര അധികം ഉണ്ടാക്കിയിട്ട് എവിടേക്കതൊക്കെ കൂടെ പോയി. എന്തായാലും മലക്ക് ഭക്ഷണം കഴിക്കൂല, മാലാക്കന്മാരെ ഇറങ്ങി തിന്നതുമല്ല. പിന്നെ എവിടേക്ക് പോയത്? തിന്നോ മൂക്കറ്റം തിന്നതാ, ആവശ്യത്തിലധികം തിന്നതാ. അതൊന്നും നിയന്ത്രിക്കാൻ ഉമ്മ വേണമായിരുന്നു. അവിടെ സ്കൂൾ വിട്ട് കുട്ടി വരുമ്പോൾ പോലും ഒരിക്കലും ഉമ്മ ശ്രദ്ധിക്കൂല കുട്ടിയെ. അവൻ്റെ നഖം ശ്രദ്ധിക്കൂല, അവനെ നിസ്കരിച്ചോ എന്ന് ചോദിക്കൂല, അവൻ കൈ കഴുകിയിട്ടുണ്ടോ നോക്കൂല, അവൻ ആവശ്യത്തിനാണോ ഭക്ഷണം എടുക്കണമെന്ന് നോക്കൂല. അവസാനം ഉമ്മ പറയും, ചോറ് കൊട്ടിയിലാണ്, അത് എടുത്തോ. പപ്പടം ഉണ്ട് മറ്റേ വട്ടിയിൽ, അതും എടുത്തോ. ചാറ് ചട്ടിയിലാണ്, അത് എടുത്തോ. ഇതിനെന്തിനാ ഒരു ഉമ്മ ഒരു നോട്ടീസ് ബോർഡ് പോലെ, എന്ത് പപ്പടം കുട്ടയിലാവുന്നു, ചോറ് ചട്ടിയിലാവുന്നു. ഇത് മാത്രം പറയാനാണെങ്കിൽ ഒരു ഉമ്മൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു നോട്ടീസ് ബോർഡ് മതി. ഉമ്മൻ്റെ ആവശ്യം എന്താ? ആ കുഞ്ഞിനെ വേണ്ട മാതിരി ട്രീറ്റ് ചെയ്യണം. അയ്യോ വാ, ഞാൻ എന്നെ കാത്തിക്കുക, ചോറ് തിന്നാൻ, വേഗം നിസ്കരിച്ചിട്ടുണ്ട്, വാ നമുക്ക് ഒന്നായിട്ടിരിക്കണം. ആ കുട്ടിക്ക് ആവശ്യത്തിന് ഇടുന്നത് പഠിപ്പിക്കണം. ഒരു വറ്റും അവൻ നിലത്ത് കളയാതെ നോക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസഖാനാ വജഅലനാ മിനൽ മുസ്ലിമീൻ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ആ പ്രാർത്ഥന അവനെ പഠിപ്പിക്കണം, അത് ശീലിപ്പിക്കണം. ഇതൊക്കെ ഉമ്മൻ്റെ ഇപ്പൻ്റെ ഡ്യൂട്ടിയാണ്. കുറേ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുക, ആവശ്യത്തിനാണ് തിന്നോട്ടെ എന്ന് പറയാം. ഓൻ അങ്ങനെ തിന്ന് വലുതാവുക എന്ന് വിചാരിച്ച് അത് ഇപ്പക്കും ഉമ്മക്കും ആ വീടിനും തന്നെ ഒരു ബർക്കത്തുണ്ടാവില്ല. മതി വന്നു എന്ന തോന്നൽ എന്തുകൊണ്ട് വരുന്നില്ല? അത് ഈമാനായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നമാണ്. പണ്ടത്തെ പോലെ ആരും അലക്കാറില്ല, അരക്കാനും മെഷീന. ആരും അരക്കാറുമില്ല, അതിനും മെഷീന. പൊന്മള ഭാഗത്ത്
ഒരു കുടിയിരിക്കലിന് എന്നപ്പോൾ അവിടെ ഉണ്ട് കഴുങ്ങുന്തോട്ടത്തിൽ ഒരു വരലിങ്ങനെ കിടക്കണം. കുടിയിരിക്കലിന് കൊണ്ടുപോയി കൊടുത്ത അമ്മോസാക്ക. പക്ഷെ അവിടെ വരലിൻ്റെ ആവശ്യമില്ല. ഞാൻ ചോദിച്ചു നമ്മളെ വരലല്ലേ ആ കിടക്കണത്? കുടിക്കാൻ പറഞ്ഞു ആ വരൽ തന്നെയാണ്, പക്ഷെ ഇപ്പം ആർക്കാ അപ്പം ഈ കല്ലോരിലൊക്കെ വേണ്ട, ഇപ്പം കരണ്ടോരിലല്ലേ. കരണ്ടോരില പ്രാസൊത്തിട്ടുണ്ട്. കല്ലോരി പോലെ തന്നെ കരണ്ടോരിലും, പക്ഷേ നോ യൂസ്. കല്ലോരിൽ ഉപയോഗിക്കണില്ല, പക്ഷേ എല്ലാ സാധനവും മേടിച്ച കൂട്ടത്തിലാണ് മേടിച്ചു എന്നുള്ളൂ. ആർക്കാ ആ വരലിലിപ്പോൾ ഇടിക്കാൻ കഴിയുക? അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ ഇടിച്ചാൽ ഉള്ളത്? പണ്ടൊക്കെ അവല് മുതൽ നെല്ല് വരെ ഇടിച്ചിരുന്നു നമ്മൾ. ആ ഇടി ഒരു വലിയ ഒരു എക്സസൈസ് ആയിരുന്നു. ഇന്നിപ്പോ അങ്ങനെ വരലിലിട്ടുകാണ്ട് ഏതെങ്കിലും ഒരു വമ്പർന്നോള് ഇടിക്കാൻ നിന്നാൽ വരലൊരിടത്തു വലക്ക വേറൊരിടത്തും ഉണ്ടാവും. ഒരിക്കലും വരലിക്കാവൂല വലക്ക ചെല്ല. അവസാനം ഒലക്കൊക്കെ ഒരു കുറ്റം പറയും, ഇതൊരു ഒലക്കമ്മല ഒലക്കാണ് എന്ന് പറയാന്നല്ലാണ്ട് കഴിയൂല. ഇനി വല്ല ഓണാഘോഷം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇടിക്കൽ മത്സരം നടക്കുമ്പോഴും നമുക്കത് കാണാനാകും എന്നതൊഴിച്ചാൽ പെണ്ണുങ്ങൾക്കൊന്നും പണ്ടത്തെ പോലെ ഒലക്ക ഉപയോഗിക്കാനും വരലുപയോഗിക്കാനും അറിയില്ല. കാലം മാറിയിട്ടുണ്ട്. എല്ലാറ്റിനും യന്ത്രം നമ്മുടെ ഡ്യൂട്ടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ? നമ്മൾ ഹാപ്പിയാണോ? അല്ല. എവിടേക്ക് നമ്മളെ സന്തോഷം പോയി? അങ്ങേയറ്റത്തെ സുഭിക്ഷതയിലും നമുക്ക് സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു സന്മനസ് നമുക്കാർക്കും ഇല്ല. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത് ശ്രദ്ധേയമാണ്. ഇദാ മാ കുന്ത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ. ഇദാ മാ കുന്ത ദാ ഖൽബിൻ ഖനൂഇൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ, നീയും ഇഷ്ടം പോലെ ദുനിയാവുള്ളവനും സമ. കുറെ ഉണ്ടാകുക എന്നുള്ളതല്ല, പിന്നെയോ ആ ഉള്ളത് അൽഹംദുലില്ലാഹ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പത്നിമാരോടൊപ്പം ജീവിച്ചത് മദീനപ്പള്ളിയുടെ ചുറ്റും കെട്ടിയുണ്ടാക്കിയ ശീല കൊണ്ട് മറച്ച ചില റൂമുകളിലാണ്. ഖുർആൻ അതിന് പേര് പറഞ്ഞത് ഹുജറാത്ത് എന്നാണ്. ഇംഗ്ലീഷിലെ അപ്പാർട്ട്മെന്റ്സ് എന്ന് പരിഭാഷപ്പെടുത്താവുന്ന ആ റൂമുകൾക്കുള്ളിൽ പരിമിതമായ സൗകര്യങ്ങളോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പത്നിമാരും ഒന്നിച്ച് ജീവിച്ചു. മദീനപ്പള്ളി വികസിപ്പിക്കുന്ന സമയത്ത് ആ ഹുജറാത്തുകളൊക്കെ പൊളിച്ചു മാറ്റുന്ന സമയത്ത് കണ്ണീർ കണങ്ങളോടെ അത് നോക്കി നിന്ന സ്വഹാബിവര്യന്മാരുണ്ട്. പ്രവാചകൻ ജീവിച്ച ആ കാലത്തെക്കുറിച്ചുള്ള ആ ഒരു തിരിശേഷിപ്പ് നഷ്ടപ്പെടുന്നതോർത്ത് ദിവസങ്ങളോളം ഉണക്കക്കാരക്കയും വെള്ളവും മാത്രം കുടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയൂല. പക്ഷേ അവിടെ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസഖാനാ വകഫഅനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസഖാനാ, ഞങ്ങളെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്ത തമ്പുരാനെ. വകഫാനാ വആവാനാ, വകഫാന, അതുകൊണ്ട് ഞങ്ങൾക്ക് മതിയാക്കിയ തമ്പുരാനെ നിനക്ക് സ്തുതി. വആവാന, ഞങ്ങൾക്ക് അഭയം നൽകിയ തമ്പുരാനെ, നിർഭയമായി ഒന്ന് തലചായ്ക്കാനുള്ള ഒരിടം. ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വലിയ പ്രശ്നം അസ്തിത്വ പ്രതിസന്ധിയ.
സ്വന്തം വീട്ടിലവർക്ക് ധൈര്യമായി കിടന്നുറങ്ങാനുള്ള അവസ്ഥ കിട്ടൂല. 300 ചില്ലാനം കൊല്ലം അറാഖാനില് സ്വതന്ത്രമായി നാട് ഭരിച്ച റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് ഇന്ന് അവരുടെ നാട് നഷ്ടമായിരിക്കുന്നു. അവർക്ക് ഭിത്തിയോടുകൂടിയ ഒരു വീടുണ്ടാക്കാൻ അവിടെ പെർമിഷൻ ഇല്ല. അവർക്ക് സ്വന്തം നാടിൻ്റെ പൗരത്വമില്ല, പാസ്പോർട്ടില്ല. അരുകൊല നടത്തിയിട്ട് രക്തപ്പുഴ ഒഴുകുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ആ വാർത്ത പോലും പുറത്തുവിടാനുള്ള ഒരു അവസ്ഥാവിശേഷമില്ലാതെ പോയിരിക്കുന്നു. ഇറാഖായാലും സിറിയയായാലും ലോകത്തിൻ്റെ പല രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ഇതന്നെയാണ് സ്ഥിതി. ഇവിടെ ഇതാ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി നിർഭയരായി കഴിഞ്ഞുകൂടുന്നു. നമ്മൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളിൽ പക്ഷെ നമ്മൾ സംതൃപ്തരാണോ? അല്ല. ആഴ്ചയിൽ 4 ബിരിയാണി തിന്നാൽ നമുക്ക് ബിരിയാണിയോടൊരു മടുപ്പ. അവസാനം നമ്മൾ ആ ബിരിയാണിനെ കുറ്റം പറഞ്ഞ് പല്ല് കുത്തിച്ചിങ്ങനെ പോരും. ഇത്രത്തോളം വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. കഷ്ണത്തിൻ്റെ വലിപ്പമായിരിക്കും നമുക്ക് പ്രശ്നമായത്, അല്ലെങ്കിൽ പഴത്തിൻ്റെ വണ്ണായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു വീക്ക്നെസ് പറഞ്ഞിട്ട് ഒക്കെ നന്നായി, പക്ഷേ തീരെ മോശമായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു കുറ്റം പറഞ്ഞു കണ്ട് ഇങ്ങനെ പോരുകയാണ്. ആ തിന്ന ഭക്ഷണത്തിന് അൽഹംദുലില്ലാ പറയാൻ നമ്മൾ മറക്കുന്നു. മീൻ വാങ്ങുമ്പോൾ തന്നെ ഭാര്യമാർ വിളിച്ചു പറയും, നിങ്ങൾ കണ്ണിക്കണ്ട അയിലും മറ്റൊന്നും വാങ്ങിക്കാണ്ട് വലിയിട്ടോ വല്ല കണ്ടം മീനും വാങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ കായം പറ്റി ചട്ടിക്ക് വെച്ചാൽ മതിയല്ലോ. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, ഒതുമൊക്കെ എടുത്ത് ഇങ്ങനെ ഉഷാറായി നിൽക്കുകയാണ്. ഇനി എൻ്റെ കൈമേൽ ആ മീനാക്കാൻ പറ്റൂല. മീൻ വേണോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടിയാണ്. പണ്ടത്തെ പോലെ കോട്ടക്ക ചന്തയിൽ പോയിട്ട് ശനിയാഴ്ച ഉള്ള ചന്തയിൽ നിന്ന് കിട്ടുന്ന മീനല്ല. ഓരോ സമയത്തും രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും മീൻകാരൻ പേ എന്ന് പറഞ്ഞിട്ട് കിടക്കാനും കൂടെ സുഖമില്ലാതെ നമ്മൾ എണീറ്റ് ചോദിക്കുകയാണ് എന്തെത്താ മീനെന്ന്. നിങ്ങളിങ്ങോട്ട് വരും താത്തി, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം, അയാൾ മുറിച്ചു തരാനും ഒരുക്കാണ്. വൈകാതെ കായം പറ്റി പൊരിച്ചെന്ന് നമ്മളെ തീറ്റിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ളടത്ത് എത്തുക. അതാണല്ലോ കാറ്ററിംഗ് സംവിധാനം. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ വി ആർ നോട്ട് ഹാപ്പി. എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളെന്തല്ല, സന്തുഷ്ടരല്ല. ഇവിടെയാണ് ഈമാനിന്റെ കുറവ്. നമുക്ക് ഉള്ളിലൊരു സന്തോഷം തരണം. ഇത്രയും നൽകിയ തമ്പുരാനെ നിനക്ക് സ്തുതി. അതാണ് സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം. ഈമാൻ. ഈമാനിനോടൊന്നിച്ച് ഇസ്ലാം പഠിപ്പിച്ച സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇഖ്നാഅ് എന്നത്. ഈ രൂപത്തിലുള്ള സംഗതികളൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് കിട്ടണം. ഉമ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ എന്ന് ഖുർആൻ പറഞ്ഞ ആ പ്രയോഗം ശ്രദ്ധേയ. കുടുംബത്തെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ആ വീട്ടിൽ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം. വസ്തബിർ അലൈഹ, അതിന് നമ്മൾ ക്ഷമ കൈക്കൊള്ളണം. എന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തെ ക്ഷമയോടുകൂടി ആ കാര്യം വീണ്ടും വീണ്ടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ആ നിസ്കാരത്തിന്റെ വക്തിലാണ് പിന്നെ മീനേറ്റം കൊണ്ടുപോയിട്ട് ഇതൊരു രണ്ടെണ്ണം വെച്ചെട്ടിക്ക് എന്നിട്ടാണ് ചോറുന്നാനാണ്. ആ മീനും കൂടെ പൊരിച്ചില്ലെങ്കിൽ ആ ചോറ് തീറ്റി സഹിയാവൂല എന്നുള്ള കോലത്തിലാണ് നമ്മൾ അവതരണം. ആ സാധു സ്ത്രീ എന്ത് ചെയ്യും? എന്നാ ഇനി മൂപ്പര ഒടുക്കത്തെ പൂതിയല്ലേ, ഈ മീനും കൂടെ തിന്നിട്ട് ചോറ് ആണ്ട് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അതിന് നിൽക്കുകയാണ്. ഈ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിച്ചൊപ്പം അതൊന്നും ഇതിമ തൊടാൻ തന്നെ നിൽക്കണ്ടെന്നായിരുന്നു നമ്മൾ പറയേണ്ടിയിരുന്നത്. പക്ഷെ തിരിച്ചാ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ നമസ്കാരത്തിന്റെ കാര്യം അത് മക്കളെ ആയാലും ഭാര്യമാരെ ആയാലും നമ്മൾ നിർബന്ധിക്കണം. നമ്മൾ അവരോട് കൽപ്പിച്ചു കൊണ്ടിരിക്കണം. അതൊരു കുടുംബനാഥന്റെ ബാധ്യതയാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾ വളരുമ്പോഴാണ് യഥാർത്ഥ മാതാവാര്, യഥാർത്ഥ പിതാവാര് എന്ന് നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചറിയാനാവുക. അത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് ആ മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് കിട്ടേണ്ട ഉപകാരം കിട്ടാതെ പോവുകയാണ്. പഠിപ്പിച്ചുണ്ടാക്കി നോക്കുമ്പോൾ നമ്മളെ മക്കളെ നമുക്ക് നഷ്ടപ്പെടുക. അവന് പഠിപ്പൊക്കെ തേഞ്ഞപ്പോൾ ഈ നാട്ടിക്ക് പറ്റിയ പഠിപ്പല്ലാതെ പോവുകയാണ്. എൻ്റെ മക്കളായാലും നിങ്ങളെ മക്കളായാലും പോകണ്ടെന്ന് പറയാൻ പറ്റൂല. ഇവിടെ എടുക്കാൻ പറ്റിയ പണിയല്ല ഓൻ പഠിച്ചതും. ശരി, ആയിക്കോട്ടെ. പക്ഷേ ഈ പിതാവിനെ
ആ മരണസമയത്ത് പോലും വന്ന് കാണാൻ നമ്മുടെ മക്കൾക്ക് പറ്റിയില്ലെങ്കിലോ? നമ്മുടെ MSMന്റെ ഒരു നോട്ടീസിൽ വായിച്ചൊരു കഥ ഓർമ്മയുണ്ട്. മോനെ പഠിപ്പിച്ചുണ്ടാക്കി, ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ചുണ്ടാക്കി, മോൻ വലിയ ആളായി, അവസാനം ഗൾഫിലെത്തി. ഒരേ ഒരു മോനേ ഉള്ളൂ. ബാപ്പങ്ങനെ ആസ്പത്രി കിടക്കുകയാണ്. ലേശം മോശമാണ് ബാപ്പാൻ്റെ സ്ഥിതി, അതുകൊണ്ട് വരാൻ നോക്കണം എന്ന് പറഞ്ഞപ്പോഴൊന്നും ഓന് ഒഴിവില്ല. അവസാനം ബാപ്പ മരിച്ചപ്പോൾ അറിയിച്ചു. ഒരകന്ന ബന്ധുവിനെയാണ് നോക്കാനൊക്കെ ഏൽപ്പിച്ചത്. എന്നാ ഇനി വരണം, മരിച്ചിക്കണം, നമുക്കൊരു 3-3:30 മയ്യത്തെടുക്കണം എന്നാണ് വിചാരിക്കണത്. രാവിലെ തന്നെ അറിയിച്ചു. പക്ഷെ അപ്പം പറഞ്ഞെന്താണെന്നറിയോ? ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല. ഓൻ്റെ അവതരണം കേട്ടാൽ ബാപ്പ മരിച്ച ദിവസം ശരിയായില്ല, ഇന്ന് മരിച്ചിട്ട് നാളെ വെച്ചാൽ മതിയേനു എന്ന കുഴപ്പത്തിൽ ഇന്നെന്നെ മരിച്ച് ശരിയായില്ല എന്നുള്ളിടത്താണ് ഉള്ളത്. ഇന്നിപ്പോൾ എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല, കാരണം ഓന് ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ വലിയ മേധാവിയായിരിക്കുന്നു. ഓൻ അവിടെ പിന്നെ മീറ്റിംഗ് വിളിക്കുകയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ഇന്ന് എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല, എന്നെ കാത്തുക്കും വേണ്ട, ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം, പൈസ എത്ര ആയാലും വേണ്ടിയില്ല, അക്കൗണ്ട് നമ്പർ ഒന്നും അറിയിച്ചാൽ മതി, ഞാൻ തന്നെ എന്ത് ചെയ്തോളാം, ട്രാൻസ്ഫർ ചെയ്തോളാം കാശ്. എനിക്ക് സംസാരിക്കാൻ നേരമില്ല, ബക്കട്ടോ വെച്ചു. ബാപ്പ മരിച്ചതല്ല ഓൻ്റെ പ്രശ്നം, ഓനവിടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അവസാനം ആ ബാപ്പനെ കുളിപ്പിക്കാൻ വേണ്ടി കുപ്പായം കഴിച്ചു നോക്കുമ്പോൾ ബാപ്പാൻ്റെ കുപ്പായ കീശയിൽ ഒരു ഫോട്ടോ ഉണ്ട്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അത് മോൻ നാട്ടിലുണ്ടാകുമ്പോൾ ബാപ്പ ആസ്പത്രി കിടക്കുമ്പോൾ മോനെ കാണാനുള്ള പൂതി കൊണ്ട് ഒരു കോപ്പി ഫോട്ടോ കീശയിൽ വെച്ച്. തലയണ ഒന്നിച്ചപ്പോൾ കിട്ടിയത് മോനെ നാട്ടിലുണ്ടായപ്പോൾ ധരിച്ചിരുന്ന കുപ്പായാണ്. ആ മോനോടുള്ള ഇഷ്ടം കൊണ്ട് ആ മോൻ്റെ കുപ്പായെങ്കിലും ഒന്ന് കാണാലോ എന്ന് വിചാരിച്ച് അതാ തലക്കിൻ്റെ യൂട്ട്. പിന്നെ കിട്ടിയത് എന്താണെന്നറിയോ? കിടക്ക കണ്ട് മാറ്റിയപ്പോൾ കിട്ടിയത് ബാപ്പ ഈ മോനെ പഠിപ്പിക്കാൻ വേണ്ടി ലോണെടുത്ത കടലാസുകളാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് കിട്ടിയത്. ഇത്രയേറെ ആ മോനെ പഠിപ്പിച്ചുണ്ടാക്കിയിട്ട് ഈ ബാപ്പ മരിച്ച സമയത്ത് ബാപ്പാൻ്റെ അടുത്തൊന്ന് വരാൻ മോന് നേരം കിട്ടിയില്ല. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു 3 പിടി മണ്ണ് വാരിയിടുന്ന അവസ്ഥ പോലും അതിന് സാക്ഷ്യം വഹിക്കാൻ മോനില്ല. ബാപ്പക്ക് ആത്മാർത്ഥമായി കണ്ണീരൊലിപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ, മയ്യത്ത് നിസ്കരിക്കാൻ ഈ മോൻ ഒഴിവില്ല, മോന് സമയമില്ല. നമുക്ക് നമ്മുടെ മക്കൾ നഷ്ടപ്പെടുന്നു എന്നർത്ഥം. ബാപ്പയും കുട്ടിയും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകം അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് മറ്റൊന്നാണ്. ബാപ്പ മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ച് അത് ഏറ്റവും കൂടുതൽ പിന്നെ ആ ബാധ്യത ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഉപ്പക്കും വയ്യാതാവുമ്പോൾ. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنحرهما وقل لهما قولا كريما وقضى ربك നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയാണത്. അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, സർവശക്തനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്, അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതേ രൂപത്തിലുള്ള ശക്തമായ താക്കീതും കൽപ്പനയുമാണ് മാതാപിതാക്കളുടെ കാര്യത്തിൽ. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്. ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബർ, നിന്റെ അടുത്ത് ആ മാതാപിതാക്കൾക്ക് പ്രായമെത്തി, അഹദുഹുമാ ഔ കിലാഹുമാ,
ഒന്നുകിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും പ്രായമായി, ഫലാ തഖുൽ ലഹുമാ ഉഫ്, ഛേ എന്ന അനിഷ്ടത്തിന്റെ ഒരു പദപ്രയോഗം പോലും അവിടെ പ്രയോഗിക്കാൻ പാടില്ല. ഇമാം ദൈലമി ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസില് ലൗ അലിമല്ലാഹു ശൈഅൻ അദ്നാ മിനൽ ഉഫ് ലനഹാ അൻ, ഉഫ് എന്നതിന് പകരം അതിനേക്കാൾ ലളിതമായി അനിഷ്ടത്തെ സൂചിപ്പിക്കുന്ന വല്ല പദപ്രയോഗവും അറബിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതാകുമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുക. അതുകൊണ്ട് ഫൽയഅമലിൽ മാ ശാഅ അൻ യഅമൽ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുകയും അവരോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യട്ടെ, ഫലൻ യദ്ഖുലൽ ജന്ന, അവനൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വൽയഅമലിൽ ബാർ മാ ശാ, നന്മ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ മാതാപിതാക്കൾക്ക്, അവർ ഉദ്ദേശിച്ച രൂപത്തിൽ അതും ചെയ്യട്ടെ. ഫലൻ യദ്ഖുലന്നാർ, അവർ ഒരിക്കലും നരകത്തിലും പ്രവേശിക്കൂല. വയസ്സ് ചെന്ന മാതാപിതാക്കളോട് ഏതു രൂപത്തിലാണ് ഒരു വിശ്വാസി വർത്തിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ആ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം മക്കള്. ജീവിതകാലം മുഴുവൻ മരിച്ചാലും ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ എൻ്റെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണമേ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരോട് താഴ്മയുടെ ചിറകുകൾ, കാരുണ്യത്തിന്റെ താഴ്മയാലുള്ള ചിറകുകൾ അവർക്ക് വിടർത്തി കൊടുക്കണം. ഒരു തള്ളപ്പക്ഷിയോടാണ് ഉപമിച്ചത്. മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതാപിതാക്കൾ ആരെ സ്ഥാനത്ത്? ഈ ചെറിയ പക്ഷി കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത്. നമ്മളാണ് ആരെ സ്ഥാനത്ത്? ആ തള്ളപ്പക്ഷിയുടെ സ്ഥാനത്ത്. വയസ്സ് ചെന്നപ്പക്കുമ്മക്കും നമ്മുടെ ആ ഊഷ്മളമായ ഒരു സമീപനം, ആ തള്ളപ്പക്ഷിയുടെ തൂവൽ സ്പർശമേറ്റ് എന്തുമാത്രം സുരക്ഷിത ബോധത്തോടുകൂടി അതിൻ്റെ ചിറകിൻ്റെ ചുവട്ടിൽ കുഞ്ഞുങ്ങൾ കഴിഞ്ഞുകൂടുന്നുണ്ടോ ആ രൂപത്തിലാകണം നമ്മുടെ സംരക്ഷണത്തിൽ ഈ പിമ്മിയും കഴിയുന്നത്. എൻ്റെ കുട്ടികളിടത്തോളം കാലം എനിക്കൊന്നും ഭയപ്പെടാനില്ല, ഒന്നും പേടിക്കാനില്ല, എൻ്റെ എല്ലാ കാര്യവും എൻ്റെ കുട്ടി നോക്കും. അങ്ങനെ ഒരു ഉമ്മക്കുപ്പക്കും നമ്മളിലുള്ള ഒരു സുരക്ഷിതത്വ ബോധം നേരെ തിരിച്ചാൽ പലപ്പോഴും ഉണ്ടാകല്. ഈ കുട്ടി ഇങ്ങോട്ട് വലുതായിട്ട് ഉമ്മാനേക്കാളും മേലെ ഇപ്പാനേക്കാളും മേലെയാണ്. മിണ്ടാണ്ടെന്നുള്ളി അവിടെ ആരിപ്പങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു. ആ അപ്പാനെ ഇരിക്കോടത്ത് ഇങ്ങനെ ഒരു ബൊമ്മയായിട്ട് ഇരിക്കണം. ഇപ്പൊക്ക് ഒരു സ്ഥാനം ഇല്ലാതാകുകയാണ്. ചെരങ്ങ മൂത്ത മാതിരി, മൂത്ത ചെരങ്ങക്ക് ഒരു സ്ഥാനവും ഇല്ല. എന്നാലോ അതാ എടപ്പത്ത് അല്ലെങ്കിൽ വീതനപ്പുറത്ത് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടാവും. നല്ല ചെരങ്ങയാണെന്നും പറഞ്ഞിട്ട് കൂട്ടാൻ വെക്കാൻ പറ്റുമോ? പറ്റൂല. പുറത്തേക്ക് വലിച്ചെറിയാൻ തോന്നുമോ? തോന്നൂല്ല. കാരണം നല്ല വെള്ളവും വളവും ഒക്കെ ഒട്ടുകാണ്ട് നന്നായി ഉണ്ടായിക്കണം. പക്ഷെ എന്താ ചെയ്യുക, മൂത്ത് പോയില്ലേ. അതേമാതിരി പഴയ സാധനം എടുക്കാണ്ടോ എന്ന് നോക്കുമ്പോൾ തണ്ടനി നള്ളനി ഒന്നും ഇങ്ങനെ നോക്കും. എന്താ 10-60 കൊല്ലം മുമ്പുള്ള സാധനമാണ്. എത്രയും പെട്ടെന്ന് കൊണ്ടുപോയാൽ തിരക്കടില്ല എന്നുള്ള നിലക്കാണ് ആ നോട്ടം. ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാ. പെരുമാറ്റത്തില് മോൻ ദുബായിൽ, മരോള് ഇവിടെ. മരോക്ക് തോന്നും എൻ്റെ പുതിയ അപ്പള. അവിടുന്ന് ഇങ്ങനെ മാസാമാസം ചെലവിന് അയച്ചുകൊണ്ടും ഡ്രാഫ്റ്റ് അയച്ചതുകൊണ്ടും മരുന്നിനും മുക്കടിക്കും പൈസ അയക്കണോണ്ടാണ് തന്തിയും തള്ളി ഇത്ര ഉഷാറിൽ ഇവിടെ. ഇല്ലെങ്കിൽ കാണാനും മട്ടം. ആ ഒരു നികളിപ്പ് ഓള വർത്തമാനത്തിലൊക്കെ ഇങ്ങനെ. ഇവിടെ മരുവോളായി വരുന്നതിന് മുമ്പ് ഇവ ഈ മോനെ പൊറ്റി വളർത്തിയത് തന്തിയും തള്ളിയാണ് എന്നത് ഓർക്കാൻ മാത്രമുള്ള ഒരു തൻ്റെ ഒന്നും ഇവക്ക് ഉണ്ടാവൂല്ല. അത്ര ഇസ്ലാമിക ബോധമില്ല എന്നർത്ഥം. ഫോണ് വിളി തുടങ്ങിയ 1/4 മണിക്കൂർ അവിടുന്ന് ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. അവസാനം വെക്കണ നേരത്തുണ്ട്, വഖഫുങ്കലെത്താൻ നേരത്തെ ഒരു പറച്ചിൽ, ഇന്നഞ്ഞ് വെച്ചാളി, വെറുതെ പൈസ കളയണ്ട. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതുവരെ വിളിച്ചത് ഫ്രീ ആയിരുന്നു തോന്നിപ്പോവും.
ഇനിയിപ്പക്കോ ഉമ്മക്കോ വിളിക്കുകയാണെങ്കിൽ അതിന് കായ് പോകുന്നുള്ളൊരു കുളത്തിൽ ബക്കല്ലിട്ടോ ഇവിടെ ഇപ്പുണ്ട്. ഇപ്പാനോട് 2 വർത്താനം പറഞ്ഞ് വെച്ചാളി, ഇപ്പം നിങ്ങൾക്ക് സുഖം തന്നെ അല്ലേ, നിങ്ങൾ ആ മരുന്നൊക്കെ കുടിക്കണില്ലേ, ഇനി എന്താവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളിട്ടോ എന്നൊരു നല്ല വർത്താനം മതി. പക്ഷെ ആ നല്ല വർത്താനം മാത്രം കിട്ടൂല, ബാക്കിയൊക്കെ ഉണ്ട്. പൊരിച്ചതുണ്ട്, കരിച്ചതുണ്ട്, പിന്നെ കോഴി ബിരിയാണി ഉണ്ട്, ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ രണ്ട് മുങ്ങിക്കോളി എന്നുള്ള കുളത്തിനാണ്ട് കൊണ്ടുവച്ച് കൊടുക്കും. ഇവക്ക് ഇങ്ങനെ ആകെക്കൂടെ എന്തോ ഒരു ഒക്കായിക ഭർത്താവിൻ്റെ കായാണ് എന്നുള്ളോടത്ത്. وقل رب ارحمهما كما ربياني صغيرا ولا تقل لهما اف ولا تنهرهما وقل رب ارحم എന്നൊക്കെ പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? ഈ ഒരു നല്ല പെരുമാറ്റം. ചോറ് മുഴുവൻ വടിച്ചൻ തിന്നാ പറയും, അത് തന്തത്ര പ്രായമായിട്ട് തീറ്റിക്കൊന്നും ഒരു കുറവുമില്ല. ആ പ്ലേറ്റ് കണ്ട് എടുത്തുകൊണ്ടുപോകുമ്പോൾ ലേശം ബാക്കി വെച്ചാലോ, ഇതിപ്പോൾ ആർക്കും അവിടെ ബാക്കി വെച്ചിരിക്കണത് ഇതും കൂടെ ഒരു പൊടിയായിട്ട് ഇപ്പോൾ ഇതിൻ്റെ അരുവിൽ ഇങ്ങനെ ബാക്കി വെച്ചാൽ അതും കുഴപ്പം, തിന്നാനും കുഴപ്പം, തിന്നില്ലെങ്കിലും കുഴപ്പം, തൊട്ടതൊക്കെ കുഴപ്പം. ആ ഒരു രൂപത്തിൽ ഇങ്ങനെ ഒരു അപ്പോഴാണ് നമ്മൾ കയറി ചെന്നിട്ട് എന്താ സുഖമല്ലേ എന്നുള്ള ചോദ്യം. ഇതെത്ത് സുഖം, അങ്ങനെ എന്ത് സുഖം, ഒരു പോക്ക അങ്ങനെ പോണു, അതാണ് റെഡി. 2 വട്ടം ഇങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും വലിയൊരു സുഖമുള്ള പോക്കല്ല പോണത്. വളരെ ക്ലിയറാ. മാതാപിതാക്കളുടെ ആ മനസ്സിലേക്ക് സന്തോഷിച്ചു കൊടുക്കാൻ കഴിയണം. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു പ്രയാസം ഇവിടെ ഉണ്ടാവൂല. ഇനി എന്തെങ്കിലും വേണം ഉമ്മാന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആ പാത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒന്നും വേണ്ട, ഉമ്മാൻ്റെ കുട്ടി തിന്നോളിന്ന് പറയും. അതാണ് സ്നേഹം. അങ്ങനെയാണ് സ്നേഹം കൊടുക്കുമ്പോഴാണ് അങ്ങോട്ട് സ്നേഹം അങ്ങോട്ട് കിട്ടുക. അപ്പോഴാണ് നമ്മുടെ വീട് ശാന്തിയുടെ നികേതനമായി മാറുന്നത്, മസ്കനായി മാറുന്നത്. അതിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും റഹ്മത്തും നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ പുകയുന്ന ഒരു കോൺക്രീറ്റ് കാടായിട്ട് നമ്മളെ വീട് മാറും. അത് മാറാതിരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അവിടെ ഇസ്ലാമിയത്ത് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ പറഞ്ഞല്ലോ. കൃത്യത്തിന് നമസ്കരിക്കുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, അത്രത്തോളം മഹത്തരമായ ഒരു സംഗതി വേറെ എവിടെയും കിട്ടാനില്ല. അത് അള്ളാന്റെ കലാമാണ്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വീട്ടിലാണ് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുക. കാലം കുറെ മാറിയപ്പോ ഖുർആനേക്കാളും വലിയ വേറെന്തൊക്കെയോ സ്ഥലം പിടിച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ ആ പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്ന ആ തോട്ടിക്ക് വലിച്ചെറിഞ്ഞ മാലിം മൗലൂദും പാട്ടൊക്കെ തിരിച്ചുകൊണ്ട് വന്നൊക്കെയാണ് നമ്മളറിയാതെ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറബ്ബന. പച്ച മലയാളത്തിൽ ഇതങ്ങനെ പാടി തന്നെ. എന്തേ ആ മരണസമയത്ത് ഭയങ്കരമായിട്ട് പിന്നെ ദാഹം കൂടും. അപ്പോൾ പിന്നെ വെള്ളേറ്റ് ബിലീസ് വരും. അപ്പോൾ ബിലീസിനെ ആട്ടാൻ കഴിയണം. പിന്നെ വേറെ ആരാടോ വെള്ളം തരാൻ? വേറെ ആര് വെള്ളം തരും? നമ്മളെ ഇബിലീസിനെ ആട്ടും ചെയ്യും, വെള്ളോട്ടും ഇട്ടുമില്ല. ഓരോ പൊട്ടപ്പോഴത്തെ ഇങ്ങനെ പറയുന്നേ, അതിലൊന്നും വലിയ കയമ്പില്ല. നമുക്ക് നല്ല നിലക്ക് മരിക്കാൻ കഴിയണോ? അതിന് ഇസ്ലാം പഠിപ്പിച്ച കുറച്ച് മാർഗമുണ്ട്. അതെന്താണെന്നറിയോ? അള്ളാനെ ഓർമ്മിച്ച് ജീവിക്കുക. ഈ ദുനിയാവെന്ന് വിട്ടുപിരിയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെപ്പറ്റി തൃപ്തിപ്പെടണം. അതിന് പടച്ചോന് ഇഷ്ടപ്പെട്ട് ചെയ്യണം. അതെന്താ? അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്താൽ അവിടെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. റൂഹ് പിടിക്കാൻ മലക്കുകൾ വരുന്ന സമയത്ത് ഒരു
കല്യാണപ്പന്തലിൽ നിന്ന് മണവാട്ടിയെ ഇറക്കുന്ന രൂപത്തിലാണ്. നല്ല ആത്മാവിനോട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറയാ മലക്കുകൾ. എന്നാ ഇനി നമ്മളിങ്ങോട്ട് ഇറങ്ങല്ലേന്ന്. ആരും പുതിയണ്ണിനെ പിടിച്ച് ഉന്തലില്ല, വലിച്ച് ഇഴച്ചു കൊണ്ടുപോയിട്ട് കാർക്കണം വലിച്ചെറിയലുമല്ല. എന്നാ ഇനി ഇറങ്ങല്ലേ. അതാ ഒരു കൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെയുള്ള അനുഭവം. എത്ര സ്നേഹമസൃണമായ ഒരു പെരുമാറ്റം. അതേ സമയത്ത് ചൂല് കൊണ്ടുപോയിട്ട് വേലിയിൽ വലിക്കൂലേ, മുള്ളിന്റെ അടി കൊണ്ടുപോയിട്ട് വലിക്കണ അനുഭവം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ചീത്ത ആത്മാവിനെ പിടിച്ചെടുക്കുന്ന രംഗം അവരുടെ മുഖത്തും ഇരുപാർശ്വങ്ങളിലും മലക്കുകൾ പ്രഹരിച്ചു കൊണ്ടിരിക്കും, അടിച്ചുകൊണ്ടിരിക്കും. ഇറങ്ങടാങ്ങട്ട് നിറഞ്ഞിട്ടുള്ള അടിയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്നും കാണുന്നില്ല. فإذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. കാലുകൾ കൂട്ടിപ്പിണച്ച് വേദന കൊണ്ട് പൊളയുന്ന സന്ദർഭത്തിൽ ആ റൂഹ് തൊണ്ടക്കുഴയിൽ എത്തിയിട്ടുണ്ടാവും. ആരുണ്ട് ഈ രോഗിക്ക് ഇപ്പോൾ ഒരു ചികിത്സ നൽകാൻ എന്ന് പറഞ്ഞ ആളെ തെരയുന്ന രംഗമാണത്. പക്ഷേ ആ മരണവക്തത്തിൽ കിടക്കുന്ന രോഗിക്കറിയാമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഈ ദുനിയാവുമായി ഞാൻ എൻ്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു. ഇതാ വിട്ടുപിരിഞ്ഞു പോവാന്ന് അവന് ബോധ്യം വരികയാണ്. ആ സമയത്ത് പരലോകത്തെത്തിയവന്റെ സ്ഥിതി എന്താ? ഫലാ സ്വദ്ദഖ വലാ സ്വല്ലാ വലാകിൻ കദബ വതവല്ലാ ثم ذهب إلى أهله يتمطى. വേണ്ട മാതിരി നമസ്കാരം നിർവഹിക്കുകയോ ദാനധർമ്മങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ല അവൻ. അപ്പോഴാണ് പടച്ചോനെ ഒന്നും ആയിട്ടില്ലല്ലോ, അല്പമെങ്കിലും എന്നെ ഒന്ന് പിന്തിച്ചിട്ടാലേ അവൻ പറഞ്ഞു പോവും. എനിക്ക് ധർമ്മം ചെയ്യാൻ കഴിയും, നല്ല ഒരുപാട് കർമ്മങ്ങൾ ഞാൻ ചെയ്തോളാം പടച്ചോനെ. നേരം കിട്ടിയപ്പോൾ ഇതൊന്നും ചെയ്യാൻ നമുക്ക് തോന്നിയില്ല. അപ്പൊ സീരിയലുകൾക്ക് പിന്നാലെ സീരിയലായി. കുങ്കുമപ്പൂക്ക് ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ചെമ്പരത്തിപ്പൂക്ക് വരും, ചെമ്പരത്തിപ്പൂക്ക് കഴിഞ്ഞാൽ പരസ്പരം വരും. നമുക്ക് നേരം പോലും പറയാൻ നിശ്ചയമില്ലാത്തൊരവസ്ഥയിൽ സീരിയലുകൾ നമ്മളെ പിടിയമർത്തിയിരുന്നു. ഇപ്പം എത്രയായി നേരം എന്ന് വെച്ചാൽ പരസ്പരം തുടങ്ങേണ്ട നേരമായി. എവിടെയെന്നാ ചോദ്യം. അല്ല, ഇപ്പം എത്രയായി നേരം എന്ന് വെച്ചാൽ കുങ്കുമപ്പൂക്ക് കഴിഞ്ഞിക്കണല്ലോ, മറ്റേ പൂക്ക് തുടങ്ങാൻ നേരമായിക്കണേ. അങ്ങനെ എല്ലാ പുഗും നമ്മളെ പഠിപ്പിക്കണ പാഠം ഒന്ന് തന്നെ. എങ്ങനെ ഭർത്താവിനെ പറ്റിക്കാം, എങ്ങനെ ആരാൻ്റെ കുഞ്ഞിന് ജന്മം നൽകാം, എങ്ങനെ അമ്മായിമ്മപ്പോര് സമർത്ഥമായി കൈകാര്യം ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത വൃത്തികേടുകൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലങ്ങനെ പെയ്തിറങ്ങണം. നമ്മളറിയാതെ അതിനൊക്കെ അഡിക്റ്റ് ആയിക്കണേ. നമുക്കൊരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. ആ ഫർളന്നെ നേരത്തിന് നിൽക്കാനുള്ള വലിയൊരു ബാധ്യതയായിട്ട് നമുക്ക് കണ്ടിരുന്നു. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ പോയി. ആ മരണം പെട്ടെന്ന് പിടികൂടുക, പറഞ്ഞിട്ടല്ല വരിക. എൻ്റെ ഒരു ബന്ധു മരിച്ചത് കണ്ടുനിന്ന ആളുകൾ പറഞ്ഞു, കയ്യിലെ ചോറ്റുരുളുണ്ടായിരുന്നു അത്രേ. ആ ഉരുളങ്ങനെ ഉരുട്ടിയിട്ട് വായിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അദ്ദേഹം ചോദിച്ചു, ആരായി വന്നിക്കണത്? ആരും കാണുന്നില്ല, അദ്ദേഹം മാത്രമേ കാണുന്നുള്ളൂ. ആ കയ്യിലുള്ള ചോറ്റുള്ള വായിലേക്ക് എത്തിയില്ല. അപ്പോഴേക്കും മലക്കുൽ മൗത്ത് പിടിച്ചു. അടുത്തിരിക്കണവരാരും ആരും കണ്ടില്ല, പക്ഷെ അദ്ദേഹം കണ്ടു. ആരാണ് ഈ വന്നിക്കണത് എന്നാ ചോദിച്ചത്. അത്രേ ചോദിക്കാൻ കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. മരണത്തിന് അത്രയേ ഉള്ളൂ. ഏത് നിമിഷവും അത് നമ്മളെ പിടികൂടും. ഒരുങ്ങിങ്ങനെ നടക്കുക. മനസ്സിൽ വല്ലതും ഉണ്ടെങ്കിൽ ആണ് പൊരുത്തപ്പെട്ടാളട്ടോ.
റഹ്മാനായ റബ്ബെ കാക്കണേ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുക. വേറെ ആരോടും ഈ ഒരു കാവല് നമ്മൾ ഏൽപ്പിക്കാതിരിക്കുക. ഇത് വളരെ പ്രധാനമാണ്. മുജാഹിദുകൾക്ക് കാര്യമായിട്ട് പറയാനുള്ളത് ഇതാണെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ഏത്? ആ റഹ്മാനായ റബ്ബിനോട് പറയാം. അത് നമ്മൾ തന്നെ പറയാം. നമ്മളിത് പറയാൻ ഏൽപ്പിച്ചല. അവിടെ വലിയ സലാത്തുണ്ടാലോ, ഇവിടെ വലിയ ദിക്കറുണ്ടാലോ, എന്നാ അവിടെ പോവുക, നമ്മൾ എന്താ വെച്ചാൽ കൊടുക്കുക, ഇനി ബാക്കി മൂപ്പരേക്കോളൂ. അങ്ങനെയില്ല. നമ്മളെ കാര്യം നമ്മൾ തന്നെ പറയണം. ആരും ഏൽപ്പിച്ചിരിക്കുന്ന പരിപാടി ഇതിലില്ല. അതുകൊണ്ടാണ് പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, പറഞ്ഞത്, യാ ഫാത്തിമ ബിൻത മുഹമ്മദ് അൻഖിദി നഫ്സകി മിനൻ നാർ. മുഹമ്മദിന്റെ പുത്രി ഫാത്തിമ ബീവിയെ പറ്റി അല്ലാഹുവിന്റെ റസൂല് തന്റെ കരളിന്റെ കഷ്ണം എന്നാ പറഞ്ഞത്. ആ പ്രിയപുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, നരകാഗ്നിയിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ തന്നെ കാത്തോ, നിന്നെ കൊണ്ട് കഴിയൂല. അള്ളാഹുവിന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ചെയ്തരാൻ എന്നെ കൊണ്ട് കഴിയൂലട്ടോ ഫാത്തിമ എന്ന് ഫാത്തിമ ബീവിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആര് നമ്മൾ എന്ത് പറഞ്ഞ് പറ്റിച്ചാലും മറ്റൊരു പറഞ്ഞോലും നമ്മക്കെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയാതെക്കണ്ട. ആ റഹ്മാനായ റബ്ബിനോട് നമ്മൾ സദാ തേടിക്കൊണ്ടിരിക്കുക. ആ റബ്ബ് എല്ലാറ്റിനും കഴിയണോനാ. റബ്ബേ എനിക്കില്ലല്ലോ നീ അല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ. കൂമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. റബ്ബേ എനിക്കില്ലല്ലോ നീ അല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ. റഹ്മാനായ റബ്ബെ, പറ്റിപ്പോയിട്ടുണ്ട് നാഥാ, നീയല്ലാതെ ആരുണ്ട് എൻ്റെ പാപങ്ങൾ പൊറുത്തു തരാൻ? നാഥാ പൊറുത്തു തരേണമേ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ആ നീട്ടിയ കൈ റബ്ബ് തൊട്ടൂലാണ്. ലോകത്ത് വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ പഠിപ്പിച്ച കൂട്ടത്തിൽ 25 പ്രവാചകന്മാരുടെ ചരിത്രം പേരെടുത്തു പറഞ്ഞു. ഒരു പ്രവാചകനും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. സ്വന്തം കൈകൾ കൊണ്ട് അള്ളാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. എന്നിട്ട് ഒരു നിയന്ത്രണം വെച്ചു, ഫലാ തഖറബ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ഇങ്ങോട്ടടുക്കരുത് കേട്ടോ. ഒരു മരയെ വിലക്കിയിട്ടുള്ളായിരുന്നു, ബാക്കി എല്ലാ മരവും ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് സ്ഥലവും ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് പോണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മനുഷ്യ പ്രകൃതി അങ്ങനെ പോണ്ടാന്ന് പറഞ്ഞിടത്തേക്ക് പോകാനും ചെയ്യണ്ടെന്ന് പറഞ്ഞ് ചെയ്യാനും ഒരു പൂര്യ. നോക്കണ്ടെന്ന് പറഞ്ഞിടത്തേക്ക് നോക്കാനാണ് തിടുക്കം. കാശ് കൊടുക്കുമ്പോൾ പറഞ്ഞ് വല്ല സൈക്കിൾ മേലേറ്റ കൊത്തി പിടിച്ച് കയറി കജും കാലും പിടിച്ചാണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പോഴാണ് ഓന് കുത്തം കിട്ടുന്ന. അന്ന് സൈക്കിൾ ആയിക്കോട്ടെ, ഓൻ സൈക്കിളിന്മേൽ കയറിച്ച് കൊത്തി പിടിച്ച് കജ്ജു പിടിച്ചിട്ടുണ്ടാവും ഈ വരവ് ഇങ്ങനെ വരുന്നത്. എന്തേ? അതൊന്നുമില്ല, ഓൻ മുണ്ടിയ ഉണ്ടാവൂല. ഉമ്മ കയറണ്ടാന്ന് പറഞ്ഞു, ഓൻ കയറി. ഇത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. ഇതന്നെ ആദം നബിക്കും പറ്റിയിട്ടുള്ളൂ. പക്ഷെ ആദം നബിനെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്താനാ ശ്രമിക്കാറ്. ആദം നബി ചെയ്ത് മോശമായി തന്നെയുണ്ട്. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മളോ ഒന്നിനു പുറകെ മറ്റൊന്നായി തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ആദം നബിനെ ഒരു തെറ്റ് ചെയ്തതിന് പുറത്താക്കിയ സ്വർഗത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത് കണ്ട് എങ്ങനെങ്കിലും ആത്തുകാർ കൂടാന്നാ നമ്മൾ വിചാരിക്കണേ. ശരിയല്ല. ഏതായിരുന്നാലും അങ്ങനെ തെറ്റിന് വിധേയനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്ത്, എന്താ ചെയ്യേണ്ടിന്ന് ഭക്ഷണം പഠിപ്പിച്ചു. എന്ത് തെറ്റ് ചെയ്താലും ആ ആദം സന്തതികൾക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വ അലൈഹിസ്സലാമും പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പഠിച്ചോൺ പഠിപ്പിച്ചു കൊടുത്താൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോളി, ഞാൻ പുറത്തരാം. ഏതാ പ്രാർത്ഥന?
റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ച തമ്പുരാനെ, സംഭവിച്ചുപോയി, ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദ്രോഹം ചെയ്തു, പുറത്തു തരണേ റബ്ബേ. നീ പുറത്തു തന്നില്ലെങ്കിൽ, ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. അങ്ങനെയാണ് നമ്മൾ വേറെ ഓരോ കഥകളുടെ പിന്നാലെ പോക്ക്. അവിടെ ഇങ്ങനെ പിന്നെ സ്വർഗത്തില് സ്വലാത്ത് എഴുതി വെച്ചത് കണ്ടു. അപ്പം ആദം നബി ഇങ്ങനെ ബേജാറായി നടക്കുമ്പോൾ ചോദിച്ചു, അല്ല പടച്ചോൻ, എന്തെത്താ എൻ്റെ ഈ കസേരമ എഴുതി വെച്ചിക്കണെന്ന്. അപ്പം പടച്ചോൻ പറഞ്ഞു, അതെൻ്റെ മുതുകെന്ന് വരാൻ പോണേ മുഹമ്മദ് എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ പേരാണ് എന്ന്. അപ്പം എന്നാൽ ആ പ്രവാചകൻ്റെ പേർക്കൊരു 10 സ്വലാത്ത്, എന്നാൽ ഒക്കെ ഹാപ്പിയായി. അങ്ങനെ ഒരു സ്വലാത്തും കച്ചവടം പറയുമ്പോൾ എന്താണ് ആളുകൾ വിചാരിക്കാന്നറിയാം, ഓ ഇവരൊക്കെ സലാത്തിൻ്റെ ഭയങ്കര എതിരാളികളാണ്, എന്തിയായിരിക്കും ഇവർക്ക് സലാത്തിനോട് ഇത്ര വലിയ സഹോദരന്മാരെ. സ്വലാത്ത് ചെല്ലാവുന്നതാണ്, ചെല്ലിയാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി 10 സ്വലാത്ത് ചെല്ലും. മൻ സല്ല അലയ്യ സല്ലല്ലാഹു അലൈഹി അശ്റ, മൻ സല്ല അലയ്യ സ്വലാത്തൻ, ഒരു സ്വലാത്ത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേർക്ക് ആത്മാർത്ഥമായി നമ്മൾ ചെല്ലിയാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി 10 പ്രാവശ്യം സ്വലാത്ത് ചെല്ലും. എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ മൗലൂദ് വെച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ആ മലക്കുകൾ പ്രാർത്ഥിക്കുന്ന, അപ്പോൾ സ്വലാത്ത് ചെല്ലേണ്ടത് തന്നെ. ചൊല്ലിയ കൂലിയുണ്ട്, പക്ഷെ ആ ചെല്ലുമ്പോൾ അതിൻ്റെതായ ഒരു മര്യാദ പാലിക്കുന്നത് നല്ലതാണ്. എന്താണ്? സ്വലാത്താണ്, അതൊരു പ്രാർത്ഥനയാണ്. അത് ഒരു മിത പ്രാർത്ഥന എപ്പോഴും ഉദൂ റബ്ബക്കും തദർറുഅൻ വഖുഫിയ, അങ്ങേ അറ്റത്തെ ഭയഭക്തിയോടുകൂടി ഒരു പതുങ്ങിയ സ്വരത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. മല കയറുന്ന കുറച്ച് സഹാബികൾ ആ കയറ്റത്തിന്റെ ഊക്കൊണ്ടാകണം അവരെ വിളി ഒന്ന് പിന്നെ ഒച്ചത്തിലായി യാ അല്ലാഹ് എന്നും പറഞ്ഞിട്ടാണ് വിളിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹിന്റെ റസൂല് ആ വിളി മുടക്കി. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ വിളിക്കുന്ന അള്ളാഹു ചെവിടുപൊട്ടനൊന്നുമല്ല, ചെവി കേൾക്കണ റബ്ബ, പതുക്കെ വിളിച്ചാൽ മതി. നമ്മളിപ്പോ ദ്വാരക്കാൻ വേണ്ടി ദ്വായന്റെ സദസ്സ് എന്ന് പറഞ്ഞാണ്ട് 500 പിന്നെ ബോക്സും കോളാമ്പിയും ഒക്കെ കൂടെ വെച്ചിട്ട് ഗീർവാണം പോലെ ദ്വാരക്കണ ദ്വായ ഉണ്ടല്ലോ, അത് ദ്വായക്കച്ചവടാണ്. ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും അത്തരം ദ്വയകൾക്കില്ല. നമ്മളെ കാര്യം നമ്മൾ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പറയേണ്ട രൂപത്തിൽ പറയാ. സ്വലാത്തായാലും അങ്ങനെ തന്നെ. നമ്മളെ പാടത്തും പറമ്പത്തൊക്കെ നടക്കുന്ന സ്വലാത്ത് മാമാങ്കങ്ങള് അതൊരു തരം കച്ചവട മനസ്ഥിതിയോടുകൂടി നടത്തുന്നതാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. സ്വലാത്ത് ചെല്ലണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, സ്വലാത്ത് ചെല്ലണം, അത് ആത്മാർത്ഥമായിരിക്കണം. പ്രാർത്ഥിക്കണ്ടെന്നല്ല പറഞ്ഞത്, പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടണം എന്ന അങ്ങേ അറ്റത്തെ പ്രതീക്ഷയോടുകൂടി റഹ്മാനായ റബ്ബിന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഏതായിരുന്നാലും, പ്രാർത്ഥനയായിരുന്നാലും സ്വലാത്തായിരുന്നാലും മറ്റ് ഇബാദത്തുകളായിരുന്നാലും ഒക്കെ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു മാതൃകയുണ്ട്. അതിനാണ് നമ്മൾ സാധാരണ സുന്നത്ത് എന്ന് പറയുന്നത്. ആ സുന്നത്തനുസരിച്ച് അത് നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ വീടുകളിലൊക്കെ ആ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിക്കാനും ആ അധ്യാപനങ്ങൾ നമ്മളെ കുടുംബത്തെ പരിശീലിപ്പിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന മഹത്തായ ഒരു നിഅമത്താണ് കുടുംബമെന്നത്. അല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു. ആ ഇണകളിലൂടെ മക്കളെയും പേരമക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകി. വറസഖകും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായത് ഭക്ഷിക്കുവാനുള്ള അവസരവും അല്ലാഹു ഒരുക്കി തന്നു. അല്ലാഹു ചോദിക്കുന്നു, അഫബിൽ ബാത്തിലി ഉമിനൂൻ വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളോട് നിങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുകയും എന്നിട്ട് ആ നിഅമത്തായ കാര്യങ്ങളിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്യുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഒരിക്കലും വിശ്വാസികൾ എന്ന നിലക്ക് അങ്ങനെയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ശാസനക്കനുസരിച്ച്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെ വിലയിരുത്താനും പഠിക്കാനും പ്രാവർത്തികമാക്കുവാനും നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു യഥാർത്ഥ കുടുംബജീവിതം നയിക്കുന്ന സന്തോഷകരമായ ഇസ്ലാമികമായ സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം മുക്തിയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ وارحمنا بأنواع رحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.